നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. എമ്പുരാൻ സിനിമയുടെ എഫക്റ്റ് മാറുന്നില്ല. എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാവ് ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളിൽ ED റെയ്ഡ് നടത്തി. ഗോകുലം ഗോപാലിനെ ED ചോദ്യം ചെയ്തു. എമ്പുരാൻ സിനിമ വന്നപ്പോൾ തന്നെ ഇത്തരത്തിലേക്ക് EDയുടെ റെയ്ഡ് പിന്നാലെ ഉണ്ടാകുമോ എന്നുള്ള സംശയം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നതുമാണ്. സംഘപരിവാറിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഗുജറാത്ത് കലാപം സിനിമയിൽ വിഷയമായപ്പോഴതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ, ഈ വിവാദത്തെ തുടർന്ന് ഇത്തരം റെയ്ഡിലേക്കൊക്കെ നീങ്ങും എന്നുള്ള ആശങ്കകൾ പല കോണുകളിൽ നിന്നും ആ സമയത്ത് തന്നെ ഉയരുന്നു. പൊതുവേദിയും അത്തരത്തിലേക്കൊക്കെ നീങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ള ചെറിയ ആശങ്ക ഒരു ദിവസം പങ്കുവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ പ്രതിപക്ഷം പറയുന്നത് പോലെ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ സംഘടനയുടെ ഒക്കെ ആളുകൾക്ക് അനിഷ്ടമായി എന്തെങ്കിലും ചെയ്താൽ അവരെ ദ്രോഹിക്കാൻ വേണ്ടി, ഭീഷണിപ്പെടുത്താൻ വേണ്ടി, മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നുണ്ടോ? തങ്ങൾക്കെതിരെ കലാരൂപത്തിലാണെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ വിമർശനം ഉന്നയിച്ചാൽ ഇനി ഇതാവും ഫലം എന്നൊരു ഭീഷണി സന്ദേശം മറ്റ് സിനിമാക്കാർക്ക്, കലാകാരന്മാർക്ക് നൽകാൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ടോ? പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പോലെയുള്ള ഒരു പ്രതികാര രാഷ്ട്രീയം ഈ അന്വേഷണ ഏജൻസി ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. കോഴിക്കോട് നിന്നും ശ്രീ കുഞ്ഞഹമ്മദാണ് ആദ്യ പ്രേക്ഷകരായിരുന്നത്. ശ്രീ കുഞ്ഞഹമ്മദ്, ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളിൽ ED റെയ്ഡ് നടത്തി. ഗോകുലം ഗോപാലിനെ ED ചോദ്യം ചെയ്തു. എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാവാണ് ശ്രീ ഗോകുലം ഗോപാലൻ. അന്ന് സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് ഇത്തരത്തിലേക്കൊക്കെയുള്ള നീക്കങ്ങൾ ഉണ്ടാകാം എന്നൊരു ആശങ്ക, അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ചില ആക്ഷേപങ്ങളൊക്കെ ഉയർന്നിരുന്നതാണ്. അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇന്നിപ്പോൾ EDയുടെ റെയ്ഡ് വന്നിരിക്കുന്നത്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്. അടുത്ത ദിവസം മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും വീട്ടിലേക്ക് ED കയറും. ഇതുവരെ ഗോകുലം ഗോപാലിന്റെ ഒരു റെയ്ഡ് നടത്താൻ ED ഇന്ന് കാര്യത്തിലുള്ള പൊഴി നമുക്കെല്ലാം മനസ്സിലാണ്. കണക്കാക്കി നിന്നോട്ടെ. ഇത് ഈ അന്വേഷണ ഏജൻസി വെച്ചിട്ട് ഇവരെ തകർക്കാൻ നിനക്കില്ല. ഇവരെല്ലാം താങ്കൾ പറയുന്നത് ഈ അന്വേഷണ ഏജൻസിയെ ഉപയോഗിച്ച് ഇത്തരത്തിലേക്ക് ഒരു പ്രതികാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണോ? ആ അന്വേഷണ ഏജൻസി വെച്ചിട്ട് എമ്പുരാൻ സിനിമ നിർമ്മിച്ചിട്ടുള്ള വൈരാഗ്യം കാണിക്കുന്നത്. ശരി, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറ്റത്. ശരി. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത് നിന്ന്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? അങ്ങനെ ഒരു ഇപ്പോൾ നടക്കുന്ന ED റെയ്ഡ് അത് സ്വാഭാവികമായ ഒരു പരിശോധന മാത്രമാണോ, അതോ എമ്പുരാൻ സിനിമയുമായി ഏതെങ്കിലുമൊക്കെ തരത്തിൽ ബന്ധമുള്ള ഒന്നാണോ? നമസ്കാരം കിരണേ. നമസ്കാരം. ഇത് ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ റെയ്ഡ് നടക്കുന്നത്. മോഹൻലാലിന്റെ വീട്ടിൽ ഇനിയിപ്പോ ഒരു പ്രഹസനത്തിന് വേണ്ടി ഒരു റെയ്ഡ് നടക്കും. അതേസമയം മമ്മൂട്ടിയുടെ വീട്ടിൽ നല്ല രീതിയിൽ റെയ്ഡ് നടക്കും. ഇതെല്ലാം ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് തന്നെ. അല്ല, ഇതല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, ഈ സിനിമയുമായി ബന്ധപ്പെട്ട അല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മമ്മൂട്ടിയുടെ വീട്ടിലും റെയ്ഡ് നടക്കും. മോഹൻലാലിന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്ന ഒരു പ്രഹസനത്തിന് വേണ്ടി മാത്രമേ നടക്കത്തുള്ളൂ. അതാണ് ഇപ്പൊ ഗോകുലം ഗോപാലിനെ ഇപ്പൊ ചെന്നൈക്ക് വിളിപ്പിച്ചിരിക്കുക. എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലണമെന്ന്. ആള് പുറപ്പെട്ടു കഴിഞ്ഞ് കൊച്ചിയിൽ ചോദ്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ED റെയ്ഡ് സ്വാഭാവികമായി ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ ഉടമയാണ് ഗോകുലം ഗോപാലൻ. ആ ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു സ്വാഭാവികമായ പ്രക്രിയ മാത്രമാണോ, അതോ ഈ എമ്പുരാൻ സിനിമയുമായി ഏതെങ്കിലും തരത്തിൽ ഇതിൽ ബന്ധമുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? നമസ്കാരം സാറേ. നമസ്കാരം. അത് എങ്ങനെയെങ്കിലും ആയിട്ട് പലരും അത് ഇങ്ങനെ 100 എണ്ണം വെട്ടിക്കാണ്ട് ഇങ്ങനെയൊക്കെ ആക്കിയതാ. അപ്പൊ എന്നിട്ടും ആള് കാണാനുണ്ട്. അപ്പൊ പണ്ടത്തെ കാലത്ത് ഇവിടെ ഭഗവാൻ കാലുമാറുന്നു പറഞ്ഞൊരു നാടകം 50 കൊല്ലം മുമ്പ് വന്നു. കളിച്ചാനായിച്ചില്ല. അത് വന്നോലെല്ലാണ് പോയി. അതേപോലെ ഇനി എന്തേലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണ് ആ ഗോപാലിനെയും മറ്റുള്ളവരെയൊക്കെ കൂട്ടിയിട്ട്. അപ്പൊ അങ്ങനെയാണ് ഇവരെ സ്ഥിതി. ഇവരിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇതിനൊന്നും പ്രതികരിക്കാൻ ആളില്ലാതെ അയക്കണം ഇപ്പൊ സാറേ. അതുകൊണ്ടാണ് ഇത്തരത്തിലേക്കൊക്കെയുള്ള റെയ്ഡ് ഉണ്ടാവുന്നതെന്നാണോ താങ്കൾ പറയുന്നത്? ആ റെയ്ഡും അതിന്റെ അപ്പുറമൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ശരി, ഓക്കെ.
നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ട്. പീതാംബരനാണ് പള്ളൂരുത്തിയിൽ നിന്നും. ശ്രീ പീതാംബരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ ഈ നടന്ന റെയ്ഡിന് ഏതെങ്കിലും തരത്തിൽ ഈ എമ്പുരാൻ സിനിമയുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു നല്ലൊരു നേരം പോക്കുള്ളത് നമ്മൾ ഉത്സവപ്പറമ്പിലും പള്ളി പെരുന്നാളിലും ഒക്കെ പോകുമ്പോൾ കളിപ്പാട്ടം മേടിച്ച് കുട്ടികളുടെ കൊടുക്കുന്ന പോലെ ഈടിയായിട്ട് BJP സർക്കാർ കളിപ്പിക്കുകയാണ്. ഇതാണ് അതിന്റെ ശരി. കാരണം അങ്ങൊരു സിനിമാ വ്യവസായം തകരാണ്ടിരിക്കാൻ അതിലിടപെടുകയും അത് സഹായിക്കുകയും ചെയ്തതിനാണ് അയാൾക്ക് അബദ്ധം പറ്റിയിട്ടുള്ളത്. ഇത് അയാളൊരു ഗുരുദേവ ആദർശത്തിൽ ജീവിക്കുന്ന ആളാണ്. ഒരുപാട് ആളുകൾക്ക് സഹായം ചെയ്യുന്ന ആളാണ്. അത് അദ്ദേഹത്തോടൊക്കെ ഇത് കാണിച്ചാൽ ഗുരുദേവൻ ഇവനൊക്കെ വേണ്ട പണി കൊടുക്കും, ഉറപ്പാണ്. അത് രണ്ടു അതിനെ അങ്ങനെയൊക്കെ ബന്ധപ്പെടുത്തേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും. ശ്രീ പീതാംബരൻ, അതിനെ അങ്ങനെയൊക്കെ ബന്ധപ്പെടുത്തേണ്ടതുണ്ടോ? കൊണ്ടുണ്ട്. തീർച്ചയായിട്ടും. ഈഴവനായതുകൊണ്ടാണ്. നേരെ അത് അവരിപ്പോൾ അങ്ങനെ ശ്രീ പീതാംബരൻ അങ്ങനെ ഒരു റെയ്ഡ് ഉണ്ടായെങ്കിൽ അത് ഏതെങ്കിലും ഒരു ജാതി നോക്കിയൊന്നും ആയിരിക്കില്ലല്ലോ. അത് റെയ്ഡ് താങ്കൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ എമ്പുരാൻ സിനിമയിൽ കാണിക്കുന്ന രാഷ്ട്രീയം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നതുകൊണ്ടാവില്ലേ? എന്തോരം നേതാക്കന്മാരുടെ വീടുകളിൽ 1000 കോടി 1000 കോടിയുടെയൊക്കെ അഴിമതി നടത്തിയിട്ട് ഇതുവരെയൊന്നും ചെയ്യാത്ത എന്താണ്? എന്തുകൊണ്ട് ചെല്ലുന്നില്ല? അദ്ദേഹത്തെ ഞാൻ ഇപ്പോഴും പറയുന്നു, ദർശനത്തിൽ നിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരാളും സഹായം ചെയ്യുന്ന ആളുമാണ്, ഗുരുദേവ നാമത്തിൽ ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഗുരുദേവൻ ഇവിടെ പണി കൊടുത്തിരിക്കും, ഉറപ്പാണ്. നമുക്ക് നിന്ന് കാണാം. ശരി, ഓക്കെ. എന്തായാലും ശ്രീ പീതാംബരൻ. ശ്രീ ഉണ്ണികൃഷ്ണനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഇടി റെയ്ഡ് സ്വാഭാവികമായ ഒരു റെയ്ഡാണോ അതോ ഈ സിനിമയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം സാറേ, ആ ഗോകുലം ചിട്ടി ഫണ്ടിലെ സ്ഥാപനങ്ങളിൽ 3 മാസം മുമ്പ് തന്നെ അവിടെ എന്തൊക്കെയോ ക്രമക്കേട് നടന്നതായിട്ടൊരു കേസുണ്ട് ഇഡി എടുത്തത്. എമ്പുരാ സിനിമ വന്നിട്ട് ഇപ്പൊ ഒരാഴ്ചയല്ലേ കഴിഞ്ഞുള്ളൂ? അതെ. അപ്പൊ അതിനു മുമ്പ് തന്നെ 3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇഡി ആയിട്ടുള്ള അവിടെ ചോദ്യം ചെയ്യലുകളും എല്ലാം ഉണ്ടായിരുന്നു. അതിന്റെ തുടർ പരിശോധനയാണ് ഇന്ന് നടന്നത്. അതിൽ 1000 കോടിയുടെ ക്രമക്കേട് ഇപ്പൊ തന്നെ കണ്ടെത്തിയതായിട്ട് ഇഡിക്ക് തെളിവ് കണ്ടെത്തി. ഇഡിക്ക് തെളിവ് കിട്ടി? അങ്ങനെ അത് താങ്കളെങ്ങനെ അറിഞ്ഞ്? നിങ്ങളുടെ TV ചാനലുകളിൽ എഴുതി കാണിക്കുന്നത് പലപ്പോഴും അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് അത് കിട്ടി. അവര് ഔദ്യോഗികമായി പറയാറില്ല, അനൗദ്യോഗികമായിട്ട് ഇങ്ങനെ തെളിവ് കിട്ടി എന്നൊക്കെ പറയും. പലപ്പോഴും അത് അത്ര ശരിയാവണമെന്നൊന്നുമില്ല. അല്ല, ശരിയാണെങ്കിൽ നിങ്ങളുടെ TV ചാനലുകൾ ഇഡി അങ്ങനെ പറഞ്ഞാൽ, ഇഡി ഉദ്യോഗസ്ഥരാരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇഡി ഉദ്യോഗസ്ഥർ അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പറയും. ഇഡി ഉദ്യോഗസ്ഥർ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറയും. അപ്പൊ അവർ പറയുന്നത് എപ്പോഴും ഇഡിയുടെ പലപ്പോഴും കേസിന്റെ അവരൊക്കെ എടുക്കുന്ന കേസുകളും അതിൽ തെളിയിക്കപ്പെട്ട കേസുകളുടെ കണക്കൊക്കെ നോക്കിയാൽ ഇഡിയുടെ നില അത്യന്തം പരിതാപകരമായ ഒരു ഏജൻസിയാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ പല സ്ഥാപനങ്ങളിൽ നിന്ന് കോടികൾ പിടിച്ചെടുത്തതായിട്ട് കാണുന്നില്ലേ? അല്ല, അതാ പറഞ്ഞ ഇഡി പലപ്പോഴും കേസെടുക്കുന്ന കേസുകളിലെ കൺവിക്ഷൻ റേറ്റ്, ശിക്ഷിക്കുന്നവരുടെ റേറ്റ് വളരെ കുറവാണ്. ഇപ്പൊ കേരള പോലീസിലൊക്കെ അപേക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഇഡി ഭയങ്കര ദുർബലമായ ഒരു സംഘടനയാണ്. സാറെ, കേരളത്തിൽ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഒരു മത മേലാധ്യക്ഷനായിരുന്ന അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് 6000 കോടിയല്ലേ പിടിച്ചേ ഒരു തവണ? ശ്രീ ഉണ്ണികൃഷ്ണൻ, ഈ ഇഡിയുടെ പലപ്പോഴും ഇഡി ആൾക്കാർക്കെതിരെയൊക്കെ കേസെടുക്കാറുണ്ട്. രാഷ്ട്രീയ, പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ അത്തരം ഇഡിയുടെ കേസുകളുടെ എണ്ണം വല്ലാതെ കൂടിയിട്ടുണ്ട്. ആ കേസ് എടുത്തെങ്കിലും ആ കേസ് ഒന്നും തെളിയിക്കപ്പെടുന്നതിന്റെ റേറ്റ് നോക്കി കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞല്ലോ, വേണമെങ്കിൽ കണക്കടക്കം വായിക്കാം, അത് വളരെ പരിതാപകരമായ അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇഡി എടുക്കുന്ന കേസുകളൊക്കെ പലപ്പോഴും രാഷ്ട്രീയ പ്രേരിതമായ കേസുകളായതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പിന്നെ അയാൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാലേ അദ്ദേഹം പേടിക്കേണ്ട കാര്യമുണ്ടോ ഇല്ലോ നമുക്കറിയില്ല. ഒരു വ്യവസായിയെ പലതരത്തിൽ അന്വേഷണ ഏജൻസികൾക്ക് ബുദ്ധിമുട്ടിച്ചൂടെ? മടി കടവുള്ളവർക്കേ പേടിക്കാറുള്ളൂ, ഇല്ലാത്തവർക്ക് പേടിക്കേണ്ടി വരില്ല. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അങ്ങനെ പറയുന്നു. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്ത് നിന്ന്. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ഇഡിയുടെ റെയ്ഡ് അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വ്യവസായിക്കെതിരെയുള്ള റെയ്ഡ് മാത്രമാണോ അതോ ഈ എമ്പുരാൻ സിനിമ നിർമ്മാണവുമായി ബന്ധം ഏതെങ്കിലും തരത്തിൽ ഇതിനുണ്ടോ? ശ്രീ കണ്ണനാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ കണ്ണൻ, താങ്കൾക്ക് പറയാം. നമസ്കാരം സാറേ. നമസ്കാരം സാറേ. ഇത് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഈ BJP സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സവർണർക്ക് വേണ്ടി മാത്രമുള്ള സർക്കാരായിട്ട് മാറിക്കൊണ്ടിരിക്കുക. പിന്നോക്കക്കാരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഇവിടെ ബിസിനസ് ചെയ്യുക, വളർന്നു വന്നു കഴിഞ്ഞാൽ അവനെ ഇല്ലാതാക്കുക, ഇതാണ് അവരുടെ ലക്ഷ്യം. അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നോക്കക്കാര് ഒരു തരത്തിലും ഒരു ബിസിനസ്സിലായാലും ഏത് തരത്തിലായാലും ഉയർന്നു വരാൻ ഇവരെ പോലുള്ള സംഖ്യകൾ അനുവദിക്കത്തില്ല. ഇത് ഒറ്റക്കെട്ടായി നേരിടുന്നതാണ്
സമൂഹം ഒറ്റക്കെട്ടായി ഇതിലേക്ക് മുന്നോട്ട് വരണം. ഇനി മേലിൽ ഇത്തരത്തിലുള്ള ഈ NIA അല്ലെങ്കിൽ ഈ സംഖ്യകളായാലും ഉയർന്ന് മേലോട്ട് വരാത്തക്ക രീതിയിൽ പഴയ രീതിയിൽ തന്നെ എല്ലാ ഒറ്റ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് ഇവന്മാർക്കെതിരെ പോരാടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം. അങ്ങനെ ശ്രീ ജോസ് ആണ് ചീമേനിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജോസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ ED റെയ്ഡിനെ കുറിച്ച്? സാറേ, ഇത് കേവലം ഒരു സിനിമയുടെ ഭാഗമായിട്ടുള്ള റെയ്ഡാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേന്ദ്ര ഗവൺമെന്റ് നോട്ട് നിരോധിച്ചപ്പോൾ മുതൽ കള്ളപ്പണക്കാരെയും അങ്ങനെയുള്ളവരെയൊക്കെ പിടിക്കാൻ വേണ്ടിയുള്ള ഇതുണ്ട്. പിന്നെ നമ്മുടെ സിനിമയുടെ ഭാഗമായിട്ട് ഗവൺമെന്റിന് അറിയേണ്ട കാര്യങ്ങൾ അറിയണമല്ലോ. കാരണം രാജ്യത്തിരുന്നുകൊണ്ട് രാജ്യത്തിനെതിരായിട്ട് സംസാരിക്കുക, പിന്നെ ഏജൻസിയുടെ അതാരാണ് രാജ്യത്തിനെതിരായി സംസാരിച്ചത്? കേന്ദ്ര ഏജൻസിയുടെ അല്ലല്ല, ഗോപാലേട്ടൻ പറഞ്ഞെന്നല്ല പറഞ്ഞേ, പിന്നെ ആര് സംസാരിച്ചു? ഏജൻസിയുടെ ലോഗോ പിന്നെ അല്ല, അത് ആരാണ് സംസാരിച്ചത്? ശ്രീ ജോസ്, സ്വാഭാവികമായിട്ട് ഗവൺമെന്റ് ശ്രീ ജോസ് അല്ല, അത് താങ്കൾ ഒരു ഗൗരവമായ ആരോപണം ഉന്നയിച്ചത്. രാജ്യത്തിനെതിരെ ആരാണ് സംസാരിച്ചത്? രാജ്യത്തിനെതിരെ സംസാരിച്ചെന്നല്ല ഞാൻ പറഞ്ഞേ, രാജ്യത്തിനെതിരായിട്ടല്ല, രാജ്യത്തിനെതിരായിട്ട് സിനിമയിൽ പോലും വരാൻ പാടില്ല. രാജ്യത്തിനെതിരെ സിനിമയിൽ എന്ത് വന്നു? വരാൻ പാടില്ല. അല്ല, രാജ്യത്തിനെതിരെ സിനിമയിൽ എന്ത് വന്നു? രാജ്യത്തിനെതിരെ സിനിമയിൽ എന്തെങ്കിലും വന്നോ? രാജ്യത്തിനെതിരെയൊക്കെ പലപ്പോഴും വിമർശനങ്ങളൊക്കെ ഉയരാറുണ്ട്. പക്ഷേ ഈ സിനിമയിൽ രാജ്യത്തിനെതിരെ എന്ത് വന്നു? ഒരു തരി പോലും വന്നിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് നിങ്ങള് വ്യാഖ്യാനിക്കരുത്. അത് അങ്ങനെ പോലും വരാൻ ഉള്ള സാധ്യത. അല്ല, പിന്നെ ഈ റെയ്ഡും അതുമായിട്ട് എന്താണ് ബന്ധം? താങ്കൾ പറഞ്ഞത് ഈ റെയ്ഡ് കേന്ദ്ര ഏജൻസിയുടെ, കേന്ദ്ര ഗവൺമെന്റിന്റെയും പിന്നെ മറ്റേ പെട്ടെന്ന് ഇതുവരെ ഗോകുലം ഗോപാലൻ അങ്ങനെ സ്ഥിരമായി ഇവിടെ ബിസിനസ് നടത്തുന്ന ഒരാളാണ്, സിനിമ എടുക്കുന്ന ആളാണ്. അന്നൊന്നുമില്ലാത്ത റെയ്ഡ് ഈ എമ്പുരാൻ സിനിമ എടുത്തതിന് തൊട്ട് ഒരാഴ്ച പിന്നാലെ വരുമ്പോൾ സ്വാഭാവികമായി സംശയം വരില്ലേ? അത് സാറേ കേന്ദ്ര ഏജൻസിയുടെ തീരുമാനങ്ങളല്ലേ, അതിപ്പോ സാധാരണപ്പെട്ട കേന്ദ്ര ഏജൻസി എന്നൊക്കെ പറഞ്ഞാൽ ശ്രീ ജോസ്, അത് പലപ്പോഴും അവര് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെയൊക്കെ കേസെടുക്കുക. 193 കേസാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ രാഷ്ട്രീയക്കാർക്കെതിരെ മാത്രം എടുത്തത്. അതിൽ 2 കേസിൽ മാത്രമാണ് ഇവർക്ക് ശിക്ഷ കൊടുക്കാൻ കഴിഞ്ഞത്. ബാക്കി 100% കൺവിക്ഷൻ റേറ്റ് കേട്ടോ. എനിക്ക് തോന്നുന്നില്ല ഇത് അതിന്റെ ഭാഗമായിട്ടുള്ള റെയ്ഡാണ്, സിനിമയുടെ ഭാഗമായിട്ടുള്ള റെയ്ഡാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെ അത് സമ്മതിച്ചു. ശ്രീ രതീഷാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ രതീഷ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ റെയ്ഡ് എങ്ങനെയുള്ള ഒരു റെയ്ഡാണ്? സാധാരണഗതിയിൽ നടക്കേണ്ട ഒരു റെയ്ഡാണോ അതോ രാഷ്ട്രീയ പ്രേരിതമായ റെയ്ഡാണ് തോന്നുന്നുണ്ടോ? ശ്രീ അജയ് കുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ അജയ് കുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായമുള്ളത്? ശ്രീ കിരൺ, 2017 2100 കോടിയുടെ അൺഡിസ്ക്ലോസ്ഡ് ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട് ഗോകുലത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും റെയ്ഡ് നടന്നിട്ടുണ്ട്. അന്ന് സിനിമയുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. 2023 നമ്മുടെ കരവന്നൂർ ബാങ്കിൽ നിന്നും അടിച്ചു മാറ്റിയ പണം ഇവരുടെ സ്ഥാപനങ്ങൾ നിക്ഷേപിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ റെയ്ഡ് നടന്നിട്ടുണ്ട്. അതിപ്പോഴും അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ഇനി സമാനമായ മറ്റൊരു കാര്യം കൂടെ 2017 ഗോകുലം ഗോപാലിന്റെ ജാതിയല്ലാത്ത മറ്റൊരു ജാതിയിൽപ്പെട്ട ശ്രീവത്സം പിള്ള, രാജേന്ദ്രൻ പിള്ള എന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പന്തളത്ത് വലിയ ബിസിനസ് സ്ഥാപനമൊക്കെ നടത്തുന്നത് 400 കോടി രൂപ ED കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എന്തെങ്കിലും വിഷയത്തിന്റെ പേരിലായിരുന്നോ എന്ന് എനിക്കറിയില്ല. പിന്നെ നമുക്കിപ്പോ ഇങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ട് നമുക്ക് അങ്ങനെ ചേർത്ത് വായിക്കാം, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ വിരോധങ്ങൾ അങ്ങനെ കൊണ്ടെത്തിക്കാം. പിന്നെ കിരൺ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, ആവർത്തിക്കുന്നുണ്ടായിരുന്നു EDയുടെ കൺവിക്ഷൻ റേറ്റ് അല്ല, ED ഒരു എന്താ പറയുന്നത് ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. 93% EDയുടെ കൺവിക്ഷൻ റേറ്റ്. അത് എവിടെ നിന്ന് കിട്ടി ശ്രീ അജയ് കുമാർ? താങ്കൾക്ക് അങ്ങനെ കേന്ദ്ര പാർലമെന്റിൽ തന്നെ കേന്ദ്രമന്ത്രി ഏറ്റവും അവസാനം AR റഹീമിന്റെ ചോദ്യത്തിന് ഉത്തരവായി കേന്ദ്രമന്ത്രി കൊടുത്ത മറുപടി പാർലമെന്റിലടക്കമുണ്ട്. അവിടെ എവിടെയും EDക്ക് 93% കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നില്ല. കണക്ക് വേണമെങ്കിൽ കൃത്യമായി ഞാൻ ഈ ശ്രീ അജയ് കുമാറിനെ പോലെയുള്ളവർ ഇങ്ങനെ പറയുമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ കണക്ക് കൃത്യമായി എടുത്തു വെച്ചിട്ടാണ് ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. വായിക്കണം. കിരണേ, ഓക്കെ, ഞാൻ അവിടെ വിളിച്ചിട്ടുണ്ട്, എന്റെ ടെലിഫോൺ നമ്പരോട് ഉണ്ട്. എനിക്കൊരു മെസ്സേജ് അയക്കൂ, എന്റെ ഇമെയിലിൽ ഞാൻ അയച്ചു തരാം. അല്ല വേണ്ട, ഞാൻ വിശദമായി വേണമെങ്കിൽ വായിച്ചു തരാം. ED ഫയൽ ചെയ്ത കേസുകൾ 5297 കേസ്. മണി ലോണ്ടറിംഗിൽ 10 വർഷത്തിനിടയിൽ ഫയൽ ചെയ്ത കേസുകൾ 5297. പാർലമെന്റിൽ കൊടുത്ത മറുപടി 43 മാത്രമാണ് ട്രയൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 5297 43. PMLA കേസ് എടുത്തിരിക്കുന്നത് 8719 കേസ്. UAPA ആന്റി ടെറർ ലോ ആൻഡ് UAPA എടുത്തിരിക്കുന്നത്. അതിൽ കൺവിക്ഷൻ റേറ്റ് 28.13%. രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസ് 193 ശിക്ഷിക്കപ്പെട്ടത് 2. കൺവിക്ഷൻ റേറ്റ് 1%. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും ദുർബലമായ ഒരു ഏജൻസിയാണ് കൺവിക്ഷൻ റേറ്റിൽ ED എന്ന് പറയുന്നത്. കണക്കുകളാണ്, അത് കേന്ദ്ര സർക്കാരാണ് മറുപടി പറയുന്നത്. അവിടെ നിങ്ങൾ 95% ED കൺവിക്ഷൻ റേറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് സാർ ഞങ്ങൾ വിശ്വസിക്കുന്നത്?
ഓക്കെ, കിരണേ, ഈ കേസുകളെല്ലാം എടുക്കുമ്പോൾ ഈ 93% കൺവിക്ഷൻ റേറ്റിലേക്ക് വരുമ്പോൾ ഇത് ശിക്ഷിക്കപ്പെടാതെ പോകുന്നതിന് നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ ഒരുപാട് അങ്ങനെ കേരള പോലീസ് ഇതിനേക്കാൾ എത്രയോ മെച്ചമാണ്, കർണാടക പോലീസ് എത്രയോ മെച്ചമാണ്, തമിഴ്നാട് പോലീസ് എത്രയോ മെച്ചമാണ്. കേരളത്തിൽ 193 രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ കേസെടുത്തെങ്കിൽ അതിൽ BJP-ക്കാർ 2 3 ആണുള്ളത്. എനിക്ക് തോന്നുന്നു 5 ആണെന്ന് തോന്നുന്നു. ബാക്കി മുഴുവൻ മറ്റു രാഷ്ട്രീയക്കാർ മാത്രമാണ് അഴിമതിക്കാര്. അവർക്കെതിരെ കേസെടുത്തിട്ട് 2 പേരെയാണ് ശിക്ഷിച്ചത്. അല്ല, 193 BJP പേരിലെടുത്ത് BJP ആരും ഇല്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പ്രശ്നം. അങ്ങനെയല്ല, BJP-ക്കാർ 4 5 പേരാണ്. അവരെല്ലാം പല സ്ഥലങ്ങളിലുള്ള വിമത നീക്കങ്ങളൊക്കെ നടത്തിയ ആളുകൾ കൂടിയാണെന്നത് കൂടി ഓർക്കണം. അല്ല, അതവിടെ നിൽക്കട്ടെ, അതവിടെ നിർത്തിക്കൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ വടക്കേ ഇന്ത്യയിലോട്ട് കൊണ്ട കേരളത്തിലെ പാമോലിൻ കേസിൽ എത്ര പേരെ ശിക്ഷിച്ചു? പാമോലിൻ കേസ് ഇപ്പോഴും നടക്കുകയല്ലേ? അല്ലല്ല, അതാണ് പറഞ്ഞത്. ഈ വിഷയങ്ങളെല്ലാം ഇപ്പോഴും ഈ പാമോൽ കേസ് ഇപ്പോഴും നടക്കുന്ന കേസുമായി ഇതുമായിട്ട് എന്താണ് ബന്ധം? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ED എടുത്ത കേസുകളുടെ കണക്കാണ് ഞാൻ വായിച്ചത്. ഇത്രത്തോളം ദുർബലമായ ഒരു കൺവിക്ഷൻ റേറ്റ് ഉള്ള ഏജൻസിയാണ് ED എന്നാണ് ഞാൻ പറഞ്ഞത്. കിരൺ 2013 ഇന്ത്യ ഭരിക്കുന്നത് 2013 UPA ഭരണകാലത്തൊന്നും ഇത്രയേറെ കേസുകളൊന്നും എടുത്തിട്ടില്ല സാർ. ഞാൻ പറയട്ടെ, 2013 ഓരോ കേസിന്റെ വഴിയാണ്. 1 2 കേസല്ല, നിങ്ങൾ ആകെ കേസ് എടുക്കും. ഇതെല്ലാം അവൈലബിൾ ആണ് താങ്കൾക്ക്. 2013 സോണിയാഗാന്ധിയുടെ മകന് ഉൾപ്പെടെയുള്ള കേസ് വരുന്നത് നാഷണൽ ഹെറാൾഡ്. ഇന്ന് വരെ ശിക്ഷിച്ചു. അത് അവരുടെ സ്വത്ത് കണ്ടുകെട്ടി അവർ ജാമ്യത്തിലുമാണ്. ഇന്ന് വരെ ശിക്ഷിച്ചിട്ടുണ്ടോ അവരെ? അല്ലെ അതിനുശേഷം 2014 മുതൽ 25 വരെ ഭരിച്ചത് BJP അല്ലേ? BJP-യുടെ മുഖ്യ ശത്രുവല്ലേ? അവർക്ക് അവിടെ അതിന് തെളിവുണ്ടായിരുന്നെങ്കിൽ എന്നേ അവർ ശിക്ഷിക്കില്ലേ? അതാണ് സുഹൃത്തെ ഞാൻ പറയുന്നത്. ഈ സിസ്റ്റത്തിന്റെ കുഴപ്പമൊന്നുമല്ല സാർ. അതാരുടെയും കുഴപ്പമല്ല. ഈ അന്വേഷണ ഏജൻസികൾ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതിന്റെ കുഴപ്പമാണ്. നമ്മുടെ 47 തൊട്ട് 57 തൊട്ട് കേരളത്തിലെ എല്ലാ മിനിസ്ട്രിയിലും. ശരി, ഓക്കെ ശ്രീ അജയ് കുമാർ. എന്തായാലും കേരളത്തിലെ ഇന്ത്യയിലെ ഒരു സംസ്ഥാന സർക്കാരിന്റെ പോലീസും ഇത്രത്തോളം ദുർബലമായ അവസ്ഥയിലൊന്നും അല്ല എന്നുകൂടി താങ്കൾ ആലോചിക്കുന്നതല്ലേ? നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകണം. ശ്രീമതി ജയ ആണ് കൊല്ലത്ത് നിന്ന്. ശ്രീമതി ജയ, കഴിഞ്ഞ ആഴ്ച എമ്പുരാനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുന്നു. ഈ ആഴ്ച ഗോകുലം ഗോപാലിന്റെ സ്ഥാപനത്തിൽ റെയ്ഡ് നടക്കുന്നു. ഗോകുലം ഗോപാലിനെ പോലെ വ്യവസായിയെ ചോദ്യം ചെയ്യുന്നു. ചിലപ്പോൾ സ്വാഭാവികമാകാം, ചിലപ്പോൾ ഇതിന്റെ വിരോധമാകാം. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്. അത് എമ്പുരാൻ എഫക്ട് തന്നെയാണ് കിരൺ. പെട്ടെന്നൊരു ED-യുടെ ചെക്കിങ്ങും പിന്നെ 1000 കോടിയുടെ എന്തോ കണക്കിൽ വ്യത്യാസം ഉണ്ടെന്നും തമിഴ്നാട്ടിലോട്ട് ചെല്ലാൻ പറയാൻ ഓർമ്മൊക്കെ ഉണ്ടെങ്കിൽ ഇത്ര പെട്ടെന്നൊരു ED-യുടെ ഇത് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടന്മാരൊന്നും അല്ലല്ലോ. കേരളത്തിലുള്ളവർ അത്ര പൊട്ടന്മാരല്ല. അപ്പൊ ഇത് എമ്പുരാൻ എഫക്ട് തന്നെയാണ്. അദ്ദേഹം BJP-യിൽ ചേർന്നാൽ മതിയായിരുന്നു. അന്നേരം ഈ നൂലാമാലകൾക്കൊന്നും പോവണ്ടായിരുന്നു. പിന്നെ ഇത്രയും പ്രായമായ അദ്ദേഹത്തിനെ പിടിച്ച് ജയിലിലെങ്ങാനും കൊണ്ടിടുവോ എന്തോ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ കിരണേ. എന്തായാലും താങ്കൾ സറ്ററിക്കലായിട്ടാണ് പറഞ്ഞെങ്കിലും പല സംഭവങ്ങളിലും അങ്ങനെയൊക്കെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്. വലിയ കേസുള്ള പലരും പാർട്ടിയിൽ ചേർന്ന ശേഷം BJP-യിൽ ചേർന്ന ശേഷം ആ കേസുകളൊക്കെ മഹാരാഷ്ട്രയിലൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരം കേസുകളുടെയൊക്കെ അവസ്ഥ എന്താണ് എന്നുള്ളതൊക്കെ. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്ന്. ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോഴത്തെ ഈ റെയ്ഡിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ ആ തരത്തിലൊന്നും കാണുന്നില്ല. ഞാൻ എന്റെ പെർസ്പെക്റ്റീവിൽ പറയാം. ഇത് FEMA PMLA കേസുകളൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ ഈ സാഹചര്യത്തിൽ വന്നതുകൊണ്ട് എമ്പുരാൻ എഫക്ട് എന്ന് പറഞ്ഞ് കുട്ടിയൊഴിച്ച് നടക്കുന്നതിൽ അർത്ഥമില്ല. അതേപോലെ തന്നെ നമ്മുടെ SFIUവിന്റെ വരവ് വീണയ്ക്കെതിരായിട്ട് വന്നപ്പോൾ പറഞ്ഞു അത് പാർട്ടിയുടെ ആ സമയത്ത് വന്നു. അതൊരു ശരിയല്ല. പിന്നെ ED-ക്ക് നല്ല സ്ട്രെങ്ത് ഉള്ളതാണ്. അങ്ങനെ പൃഥ്വിരാജിന്റെ എവിടെയോ മോഹൻലാലിന്റെ എവിടെയോ ആന്റണി പെരുമാറിന്റെ എവിടെയോ ഒരേ സമയം റെയ്ഡ് നടത്താൻ പറ്റുകയൊക്കെ ചെയ്യും. അത് അല്ലാന്ന് പറയാൻ പറ്റില്ല. അത് പിന്നീട് വരുന്നത് ആരോ പറയാൻ കിട്ടും. അതൊന്നുമല്ല. അതിപ്പോ ഇദ്ദേഹത്തിനെതിരെ നേരത്തെ തന്നെ അവര് റഡാറിൽ കിടക്കുന്നുണ്ട് ഇയാള്. അതുകൊണ്ടാണ് ഈ സംഭവമൊക്കെ വന്നിരിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. 1000 കോടിയുടെ കാര്യം പുറത്തു വന്നപ്പോൾ പിന്നെ ഈ കൺവിക്ഷൻ റേറ്റ് കുറവെന്ന് പറഞ്ഞത് ശരിയാണ്. അത് കിരൺ പറഞ്ഞ് വളരെ വാസ്തവമാണ്. അപ്പൊ അതിന് കാരണം നമ്മളൊരു കൊലക്കേസോ അല്ലെങ്കിൽ ഒരു കളവ് കേസോ കൺവിക്ട് ചെയ്യിക്കുന്ന പോലെ ഇതിന് പറ്റില്ല. കാരണം ഇത് കണ്ടുപിടിക്കാൻ ഇത്തിരി പ്രയാസങ്ങളുണ്ട്. ഡോക്യുമെന്ററി ഇതൊക്കെ മോഹൻദാസ്, ഒരു കാര്യം ആലോചിക്കണം. ഒരാളെ കേസിൽപ്പെടുത്തിയ ഒരു രാഷ്ട്രീയ നേതാവിനെ അഴിമതിക്കാരനാണെന്ന് ആരോപണം മുന്നിൽ നിർത്തുക, വർഷങ്ങളോളം ആ കേസ് തെളിയിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ അയാളോടൊക്കെ ചെയ്യുന്ന ക്രൂരതയുടെ അങ്ങേ അറ്റമല്ലേ അത്? അതുകൊണ്ട് അതൊരു ശതമാനം ഉണ്ട്. അല്ലാന്ന് പറയാം. ഞാൻ അതിന് പരിപൂർണമായിട്ടും BJP ഗംഭീരമാണെന്നോ അല്ലെങ്കിൽ ED ഗംഭീരമാണെന്നോ അല്ല ഞാൻ പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മള് സംസ്ഥാനങ്ങളിൽ നടക്കുന്നില്ല. സംസ്ഥാനങ്ങളിൽ എല്ലായിടും നടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഏറ്റക്കുറച്ചിൽ നമ്മൾ കണ്ടെത്തുന്നതാണ്. നമുക്ക് അനുഭവമില്ലാത്തതുകൊണ്ട് നമ്മൾ കണ്ടെത്തുക. ശരി, ശ്രീ രജീഷാണ് നാദാപുരത്ത് നിന്നും. ശ്രീ രജീഷ്,
താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ഇ ഡി കേസ് എങ്ങനെ വന്നതാണെന്നാണ് താങ്കളുടെ ഒരു അഭിപ്രായം? ഹലോ, നമസ്കാരം സാർ. നമസ്കാരം. അതായത് ചെറിയ ഒരു ചിട്ടിയിൽ നിന്ന്, ഹലോ പറഞ്ഞോളൂ. എന്റെ ഒരു അഭിപ്രായം വെച്ചാല് ഈ ചെറിയ ചിട്ടിയിൽ നിന്നാണ് ഇയാള് പിന്നെ ഗോകുലം ഗോപാലിന്റെ ഈ ചെറിയൊരു ചിട്ടിയിൽ നിന്നാണ് ഈ സമ്പാദ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോ ഇപ്പം അത് വലിയ ഒരു ശൃംഖലയായി വളർന്നപ്പോ ഇവർക്കൊന്നും ഒരു കണ്ണുകടിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു കണ്ണുകടിയാണ് സംഭവിച്ചത്. ഇതുപോലൊരു സ്ഥാപനം ഇടിയും പറ്റുന്ന സ്ഥാപനം ഉണ്ടാക്കിയിട്ട് ആരുടെ അടുക്കളയിലും ചെന്ന് കയറാൻ ഇവർക്ക്. ഇപ്പൊ താങ്കളുടെ വീട്ടിൽ ഇപ്പം വരാം, ആർക്കും എവിടെ നിന്നും കേസ് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് സമൂഹത്തിൽ ജീവിക്കാൻ കഴിയില്ലല്ലോ. ആർക്കാണ് എന്താണ് സമ്പാദിക്കാൻ കഴിയുക? ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ രജീഷാണ് സംസാരിച്ചത്. നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ഷാജിയാണ് കൊടുങ്ങല്ലൂരിൽ നിന്നും. ശ്രീ ഷാജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോഴത്തെ ഇ ഡി റെയ്ഡ് സ്വാഭാവികമായി ഒരു വ്യവസായിയുടെ സ്ഥലത്തൊക്കെ ഇ ഡി റെയ്ഡ്, അതും പ്രത്യേകിച്ച് വിദേശ നാണയ വിനിമയ ചട്ട ലംഘന പ്രകാരം ഫെമ പ്രകാരമുള്ള റെയ്ഡൊക്കെ നടക്കാൻ സാധ്യതയുള്ളതാണ്. അത്തരം ഒരു റെയ്ഡായി ഇതിനെ കണ്ടാൽ മതിയോ? അല്ല, ഇത് എംബ്രാനെതിരെയുള്ള ഒരു നീക്കമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. BJP-യുടെ ഒരുപാട് നേതാക്കന്മാർ ഇപ്പൊ ഞങ്ങളുടെ അവിടെ തന്നെ കൊടുങ്ങല്ലൂര് കള്ളനോട്ടടിച്ച് ഇ ഡി വന്നിരുന്നോ? ഇല്ല. അതുപോലെ തന്നെ BJP-യുടെ സംസ്ഥാന മുൻ പ്രസിഡന്റ് പിന്നെ കള്ളപ്പണ ഇടപാട് നടത്തി, ഇ ഡി വന്നോ? ഇല്ല. RSS-നെ BJP എതിർക്കുന്ന പാർട്ടികളെ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളെ വേട്ടയാടാൻ വേണ്ടി മാത്രം ഞങ്ങളുടെ അടക്കം പൊതുജനങ്ങളുടെ നികുതി പണം പറ്റുന്ന ഇ ഡി ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന കലാപരിപാടിയാണ്. അതിന് ഗവൺമെന്റ് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്നു. ഗവൺമെന്റിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന പരിപാടികൾ. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പോത്തങ്കോട് നിന്നും. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? എന്റെ അഭിപ്രായം പറയാം സാർ. ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞു. ഞാൻ പറയാൻ തുടങ്ങിയ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ സ്ഥാപനങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധവും പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എന്റെ തൊട്ടടുത്താണ് ഗോകുലം മെഡിക്കൽ കോളേജൊക്കെ ഉള്ളതെന്ന് അറിയാല്ലേ? ശരി, അറിയാം. അപ്പൊ എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. താങ്കൾ ഒരു സെക്കൻഡ് നേരം കുറച്ചു നേരത്തേക്ക് ഒന്ന് ഇടപെടാതിരിക്കുന്നത് നല്ല കാര്യമായിരിക്കും. താങ്കളുടെ സുഹൃത്ത് നമ്മളെ വളരെ അടുത്ത സുഹൃത്ത് നമ്മളെ മനു കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെ സ്ഥിരമായിട്ട് വിളിക്കുന്ന പ്രേക്ഷകരെ ഒന്നും അവഗണിച്ച് കളയണം. സത്യത്തില് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയാം, പുള്ളിക്കാരന് ഈ കേരള സംസ്ഥാനത്തുള്ളവർ വേണ്ട, പിന്നെ ശ്രീ ഉണ്ണികൃഷ്ണൻ, അത് മനു ചില ദിവസങ്ങളിൽ ഇപ്പോൾ സിനിമ കണ്ടവരെ വെച്ച് നമ്മളൊരു ചർച്ച നടത്താൻ ഇപ്പൊ അങ്ങനെയുള്ളവർ കൂടി അവസരം കൊടുക്കണ്ടേ? നമ്മൾ കഷ്ടപ്പെട്ട് വിളിച്ചിട്ട് ഒരു വാക്ക് പറയാൻ സമ്മതിക്കണ്ടേ? അങ്ങനെയല്ല ശ്രീ ഉണ്ണികൃഷ്ണൻ, അത് ചില വിഷയങ്ങളിൽ ചിലർക്ക് ഇപ്പൊ സ്ത്രീകൾക്ക് ഒരു ദിവസം സ്ത്രീകൾക്ക് സംസാരിക്കാൻ കൂടുതൽ അവസരം വേണം എന്ന് പറയും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും പുരുഷന്മാരെ ചിലപ്പോൾ ഒന്ന് കട്ട് ചെയ്യുന്നു. താങ്കൾക്കെല്ലാം നിരന്തരം അവസരം കിട്ടുന്നതല്ലേ? അല്ല, അതിന്റെ താഴെ എഴുതി കാണിച്ചാൽ ഇന്ന് പുരുഷന്മാരെ വിളിക്കണ്ടെന്ന്. അങ്ങനെയല്ല, നമ്മൾ ചില വിഷയവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ സ്വാഭാവികമായും അത്തരം ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ കൂടുതൽ അവസരം കൊടുക്കും. ഇന്ന് പുരുഷന്മാരെ വിളിക്കരുത്. അതുപോലെ തന്നെ പറയണം, മറ്റു സംസ്ഥാനങ്ങളിൽ ഉള്ളവർ മാത്രം വിളിക്കുക. പിന്നെ എമ്പുരാനെ കുറിച്ച് വിളിച്ചപ്പോൾ പറയാണ് സിനിമ കണ്ടവർ മാത്രം വിളിക്കുക. അല്ല, നമ്മളെ സിനിമ കണ്ടവരുടെ അഭിപ്രായത്തിന് വേണ്ടിയാണ് ചില ദിവസങ്ങളിൽ വെക്കുന്നത്. സാറിന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ പിന്നെ ട്രംപിനെ കുറിച്ച് ഇനിയിപ്പോ ഉടനെ നിങ്ങൾ ചർച്ച വയ്ക്കും. അമേരിക്കയിൽ താമസിക്കുന്നവർ മാത്രം വിളിച്ചാൽ നിങ്ങൾ പറയൂ? അങ്ങനെയല്ലല്ലോ. നമ്മള് ഒരു സിനിമയെ കുറിച്ചൊക്കെ അഭിപ്രായം പറയുമ്പോൾ സ്വാഭാവികമായി സിനിമ വന്ന് ഒരാഴ്ചയായി, അപ്പോൾ ആ സിനിമയുടെ കണ്ടന്റിനെ കുറിച്ചൊക്കെ പറയണമെങ്കിൽ അത് കണ്ടവരായിരിക്കുന്നതല്ലേ നല്ലത്. അപ്പൊ താങ്കൾ എന്തായാലും ഈ വിഷയത്തിൽ അഭിപ്രായം പറയും. ഞാൻ ഇതിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെന്നാണ് ഇപ്പൊ എല്ലാവരും പറഞ്ഞുകൊണ്ട് വരുന്നത്. അതൊരു ഭാഗം തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ 2-3 മാസങ്ങൾക്ക് മുമ്പ് ഞാനും ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞായിരുന്നു. ഒരു പരാതി ഇ ഡിയുടെ കയ്യിലുണ്ട്, പക്ഷെ അവർ അനങ്ങില്ലായിരുന്നു. അത് സത്യമാണ്. അവർ ഈ അടുത്ത കാലത്തൊന്നും അതും അതിന്റെ മേളിൽ കെട്ടിപ്പിടിച്ചിരിക്കുകയുള്ളായിരുന്നു. അത് ഒരു ആക്ഷൻ എടുക്കൂലായിരുന്നു. ഇപ്പൊ ഇത് അവർക്ക് ഒരു അവസരമായി കിട്ടിയതിന്റെ പുറത്ത് അവർ പെട്ടെന്ന് ചാടി ഇറങ്ങുന്നേ ഉള്ളൂ. പക്ഷെ ഗോപാലൻ ചേട്ടന് രക്ഷപ്പെടാൻ ഒരു ചാൻസ് ഉണ്ട്. അത് വേണമെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് എന്റെ വകയായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാം. പത്രസമ്മേളനം വിളിച്ചിട്ട് അദ്ദേഹം എന്ന് നിങ്ങളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിൽ വിളിച്ചിട്ട് പറയണം, ഞാൻ ഇന്ന് മുതൽ BJP ആയിരിക്കുന്നു, പ്രശ്നം തീർന്നു. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ ഷിനോയാണ് വർക്കലയിൽ നിന്നും. ശ്രീ ഷിനോയ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ ഇ ഡി റെയ്ഡിനെ കുറിച്ച്? സാർ, ഇതൊരു നമ്മളെ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ഫാസിസത്തിന്റെ അങ്ങേയറ്റമാണ് ഇപ്പൊ ഈ കാണുന്നത്. BJP എവിടെയൊക്കെ സംസ്ഥാനം അവിടെ ഭരണത്തിലെത്തിയോ അതിന്റെ പിന്നില് കേന്ദ്ര സർക്കാർ 2014 BJP ഭരണത്തിന് ശേഷം അവർ ഓരോ സംസ്ഥാനം പിടിക്കുന്നതിന്റെ ഒരു മുറയാണ് ED അല്ലെങ്കിൽ NIA പോലത്തുള്ള ഈ ഒരു ഘടന അവർ ഉപയോഗിക്കാറുണ്ട്.
അത് നമുക്ക് പഞ്ചാബിൽ നോക്കാം, ഗുജറാത്തിൽ നോക്കാം. ഗുജറാത്ത് എന്നുള്ളതല്ല, ഏത് സംസ്ഥാനം, കർണാടകയില് ഒരുപാട് നമ്മളെ DK ശിവകുമാറിനെയൊക്കെ നേരിട്ട കാര്യം നമ്മൾ ലൈവായിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു ഫലമായിട്ട് ഇപ്പൊ എമ്പുരാൻ സിനിമേനെ ആ ഒരു ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ചിലപ്പോ നാളെ പൃഥ്വിരാജിന്റെ ഇതിൽ ചിലപ്പോ നടന്നിരിക്കാം, മോഹൻലാലിന്റെ ഇതിൽ ചിലപ്പോ ED നടന്നിരിക്കാം. ഈ അനുമാനങ്ങളാണ് സംഭവങ്ങൾ. അപ്പൊ ഇതിന്റെ വ്യക്തമാണ്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് കട്ട് ചെയ്യല്ലേ, അതാണ് സാധാരണ സംഭവിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മതി. ചുരുക്കിയാ പറയുന്നത്, 3-4 സെന്റൻസ് പറയണം. എന്താ വെച്ചാല് നമ്മള് ലോക ചരിത്രങ്ങൾ പഠിക്കുമ്പോ നമുക്ക് അറിയാം ലോകത്തിലെ ഏറ്റവും നിഷ്ഠൂരന്മാരും ക്രൂരന്മാരായ ഭരണാധികാരികൾ എവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്ന്. ഇപ്പൊ നമ്മൾ 21-ാം നൂറ്റാണ്ടിലാണ്. അപ്പൊ അങ്ങനെയുള്ള ഭരണാധികാരികൾക്ക് ഈ ആധുനിക കാലത്ത് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഗുജറാത്തിൽ കണ്ടു. ഏറ്റവും ക്രൂരമായി, ഏറ്റവും നിഷ്ഠൂരമായി ഇഷ്ടമില്ലാത്തവരെ ഒതുക്കുന്ന സംഭവം നമ്മൾ കണ്ടു. അത് നമ്മൾ സിനിമയിലൂടെ മനസ്സിലാക്കി. ആ കാര്യം സിനിമയിലൂടെ കാണിച്ചു തന്ന ഗോകുലം ഗോപാലിനെ എന്താ ചെയ്യാ? ഈ ഗോകുലം ഗോപാലൻ UP-യിലെങ്ങാനും ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയുമോ? അവിടെ JCB വിട്ട് അയാളുടെ വീട് ഇടിച്ചു നടത്തി കളയും, അല്ലെങ്കിൽ എൻകൗണ്ടർ നടത്തി വെടിവെച്ച് കൊല്ലും. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നടക്കുക. ഇത് കേരളത്തിൽ ഇയാൾ താമസിക്കുന്നതുകൊണ്ടാണ്, അയാളെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ വേട്ടപ്പട്ടി അഴിച്ചുവിടുന്നത്. അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇനി എന്ന് മാത്രമല്ല, അയാൾ വേറൊരു സിനിമ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ 3-ാം ഭാഗം. അതെങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ. അതൊക്കെ ഒതുക്കണ്ടേ, അതൊക്കെ ഇല്ലാതാക്കണ്ടേ? അങ്ങനെയൊക്കെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ അയാളെ ഇല്ലാതാക്കണം എന്ന് മാത്രമല്ല. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ശരി, ഓക്കെ. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കളുടെ അഭിപ്രായം പറഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പ്രേംജിത്ത് ആണ്. ശ്രീ പ്രേംജിത്ത്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇത് വൈകിപ്പോയില്ലേ എന്നൊരു സംശയമാണുള്ളത്. ED റെയ്ഡോ? ഇത് നമ്മളിതിനു മുമ്പേ പ്രതീക്ഷിച്ചതാണ്. ശരി. ഇന്നിപ്പോ അതിന്റെ പിറകിൽ പൃഥ്വിരാജിന്റെ ബാക്കി എവിടെയൊക്കെ വരുമെന്നുള്ള മുരളി ഗോപി, ഇങ്ങനെയുള്ള പലരും വരാം. ഇതിപ്പോ വ്യവസായി എന്ന് പറയുന്ന രീതിയിൽ ഉള്ളത് ഗോകുല ഗോപാലാണല്ലോ. അത് തന്നെയാണ്. അത് ഇപ്പൊ നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ ഇപ്പൊ ആന്റണി പെരുമ്പാവൂരുണ്ട്, നിർമ്മാതാവിന്റെ ഇതിലുണ്ട്, ഇതിലെല്ലാം വരാം. കാരണം ED എന്ന് പറയുന്നതും SFI എന്ന് പറയുന്നതും NIA എന്ന് പറയുന്നതും എല്ലാം സ്വതന്ത്ര ഏജൻസി അല്ലല്ലോ. സ്വതന്ത്ര ഏജൻസി ആണ് എന്നാണ് വെപ്പ്. അതിപ്പോ പറയാല്ല. ഇപ്പൊ ഓരോ കാര്യങ്ങൾ പറയുന്നത് അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോ നിയമം നടപ്പിലാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ നിയമങ്ങളൊന്നും അവർക്ക് വേണ്ടി അല്ലല്ലോ. ആർക്ക് വേണ്ടിയാണെന്നുള്ള പോലും ആർക്ക് പോലും അറിയില്ല, നടപ്പിലാക്കുന്നവർക്ക് പോലും അറിയില്ലല്ലോ. അപ്പം പിന്നെ ഈ ഏജൻസികൾ ഇപ്പൊ അവരവർക്ക് താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ കൊല്ലത്തും ശ്രീ ഷാജിയാണ്. ശ്രീ ഷാജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതൊരു സാധാരണഗതിയിലുള്ള ഒരു റെയ്ഡ് മാത്രമല്ലേ? നമസ്കാരം. എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ പണ്ട് കാലങ്ങളിൽ 80s മുമ്പ് ബാർബർ ഷോപ്പിലൊക്കെ ചെന്നാൽ ഈ അർദ്ധനഗ്ന സ്ത്രീകളുടെയൊക്കെ ഫോട്ടോ ഇട്ടേക്കും. അപ്പോഴ് ഈ ഷേവൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഷേവൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ബാർബർ ഷോപ്പിൽ പോയിട്ടില്ലേ പറഞ്ഞു കേട്ടിട്ടുള്ളതെന്ന് പറയുന്നത്? എന്റെ കുട്ടിക്കാലത്തുള്ള കാര്യമാണ് പറയുന്നത്. അതെ, അതെ. അല്ല, നാണക്കേടല്ല, എന്റെ അനുഭവങ്ങളാണെന്ന് ചോദിച്ചോ. അപ്പൊ ഇങ്ങനെ ഷേവ് ചെയ്യുമ്പോൾ കത്തിക്ക് മൂർച്ച കുറവാണെങ്കിൽ അയ്യോന്ന് ഒരു വെക്കുമ്പോഴത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ഈ ഫോട്ടോയിൽ ആകർഷ്ടരായി അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നതുപോലെ ഇവർക്ക് കൂടെ വെച്ച് പേടിപ്പിക്കാനുള്ള ഒരു സാധനമാണ് ED. അതിന് ഉദാഹരണം എന്ന് പറയുന്നത് നമ്മളെ കൊടകരയിലെ നമ്മളെ സുരേന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട BJP നേതാക്കളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കേസ് ഇതിന്റെ തെളിവുകളൊന്നും ഇവരുടെ മുമ്പ് കിട്ടാതെ പോയതൊക്കെ അതിന് ഉദാഹരണമാണ്. പിന്നെ ഒരു സിനിമയുടെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് 200 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറയപ്പെടുന്നു ഈ ഒരു സിനിമ മാത്രം. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാം ഒന്നും കണക്കിലൂടെ ആയിരിക്കത്തില്ല പോയത്. എവിടെയെങ്കിലും ഒക്കെ കുരുക്കാൻ പറ്റും. കാരണം നമുക്കറിയാം, പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ സിനിമ നടന്മാരും നടികളും ഒക്കെ 50 ലക്ഷവും ഒക്കെ മേടിക്കുന്നുണ്ടെങ്കിലും അപ്പൊ റെക്കോർഡിൽ 50 ലക്ഷം കാണില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. അങ്ങനെയൊക്കെ ലൂപ്പ് പോയിന്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇത്തരം നടപടികളൊക്കെ ലൂപ്പ് പോയിന്റുകൾ നിരവധി ഉണ്ട്. അതൊക്കെ എല്ലാവർക്കും പരസ്യമായ രഹസ്യമാണെന്നാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായ നടപടി നേരിടേണ്ടി വരും. ഇവർക്ക് എത്രയ്ക്കായാലും ഇദ്ദേഹത്തെ കുരുക്കാൻ ഈ സിനിമയായിട്ട്, ഈ സിനിമ തന്നെയാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. അതിന് എന്ത് പ്രശ്നം വന്നാലും EDയെ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുക, പേടിപ്പിക്കുക. അത് ചിലരൊക്കെ അങ്ങ് പേടിക്കും. അതാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. അല്ലാതെ വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. രാജീവാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന്. ശ്രീ രാജീവ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്താണ് ഇതൊരു സാധാരണഗതിയിലുള്ള റെയ്ഡ് ആണോ ഇത്? സാറേ, ഞാൻ ഈ പടം കാണണം എന്ന് വിചാരിച്ച ആളാണ്.
കണ്ടില്ല. മോഹൻലാല് ഇതിന് അവരുടെ മുമ്പിൽ മുട്ടുമടക്കി ഇപ്പൊ ഞാൻ ഈ പടം കാണില്ല എന്ന് തീരുമാനിച്ചു. ഇവിടെ ഇന്ദിരാഗാന്ധി അതേമാതിരി കരുണാകരൻ അങ്ങനെയുള്ള നേതാക്കന്മാർക്കെതിരെ എന്തോരോ സിനിമകള് അങ്ങനെയൊക്കെ വന്നപ്പോഴും ഒരു ഇതും അതിനെതിരെ ഉണ്ടായിരുന്നില്ലല്ലോ. ആ പാർട്ടിക്കാരൊന്നും ഒന്നും പ്രതികരിച്ചിരുന്നില്ല. അപ്പൊ ഇവര് എന്ത് തീരുമാനിക്കുന്നു അവര് നടപ്പാക്കണം. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ അങ്ങനെയുള്ള ഒരു ഇന്ത്യയിൽ ജീവിക്കുന്ന പോകുന്നതിൽ എനിക്ക് ഭയങ്കരമായ വിഷമമുണ്ട്. എന്ത് ആഹാരം കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, കുറെ ആൾക്കാർ വിചാരിക്കുന്ന അവര് അത് തീരുമാനിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു ശരിയല്ലല്ലോ സാറേ. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? കിരൺ സാർ നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഇത് ദേശീയ തലത്തിൽ ഈ വേട്ടയാടല് അരവിന്ദ് കെജ്രിവാൾ ആവുകയും ചെയ്തു. അദ്ദേഹത്തെ ജനങ്ങൾ ചവിട്ടി പുറത്താക്കുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഇത് കേരളത്തില് വേട്ടയാടും എന്ന് പറഞ്ഞാൽ ED സംവിധാനം സംസ്ഥാന ഗവൺമെന്റ് അങ്ങ് വിട്ടുകൊടുക്കണമെന്നാ തോന്നുന്നത് ഇവരെ സംസാരം കേൾക്കുമ്പോ. ഗോകുലം ഗോപാലിനെ വടക്കാക്കിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്ത് കിട്ടാനാ സാർ? കേരളത്തിൽ ഞാൻ വടകരയാ സാർ. ഗോകുലം ഗോപാലൻ വടകര ഒരു അറിയപ്പെടുന്ന വ്യക്തിയാണോ? പൈസയുടെ പേരിലല്ലാതെ, അല്ലാതെ ഒരു കാരുണ്യ പ്രവർത്തനം ചെയ്തിട്ട്, അല്ലെ ഒരു ചാരിറ്റി ചെയ്തിട്ട്. ഞാൻ വടകരയാണ്, എനിക്കറിയില്ല. അദ്ദേഹത്തെ വടക്കാക്കിയിട്ട് ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് അദ്ദേഹത്തിനെ വേട്ടയാടി. ഇതൊക്കെ പറയുന്നവർ ഉളുപ്പില്ലേ? ബാലകൃഷ്ണൻ, ഞാൻ ചെറിയൊരു സംശയം ഇപ്പൊ കേരളത്തിൽ നിന്ന് ഒരാളും കൂടിയും കൽത്തുറങ്കിലാവും. അപ്പൊ അന്നേരം ഇതും വേട്ടയാടലാവും. ശ്രീ ബാലകൃഷ്ണൻ, ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. ഈ സിനിമ ഇറങ്ങിയതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഒരാൾ പരാതി കൊടുത്തത്. അത് BJP നിന്നുള്ള ഒരാൾ തന്നെയല്ലേ പരാതി കൊടുത്തത്? ഈ IS ബന്ധമുള്ള ആളാണ് നമ്മുടെ പൃഥ്വിരാജ് എന്നൊക്കെ പറഞ്ഞ് അത് സംശയിക്കുന്നു, അത് പരിശോധിക്കണമെന്ന് പറഞ്ഞ് പരാതി കൊടുത്തത്. ഓർഗനൈസറിൽ തന്നെയല്ലേ വന്നത്? രാജ്യദ്രോഹ നിലപാടുള്ള ആളാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത് ഓർഗനൈസറിലല്ലേ? എപ്പോ കണ്ണിക്കുന്നുണ്ടല്ലോ. ED പറഞ്ഞോ പൃഥ്വിരാജ് IS ആയിട്ട് ബന്ധമുള്ള ആളാണ്? ED പറഞ്ഞതല്ല പറഞ്ഞത്. താങ്കൾ ചോദിച്ചത് ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്തിനാണ് ഭയക്കേണ്ടത് എന്ന് ചോദിച്ചതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഇതേ ഭാരതീയ ജനതാ പാർട്ടി തന്നെയല്ലേ ഈ പരാതി കൊടുത്തത്? ഇന്ത്യയിൽ 20 സ്റ്റേറ്റ് ഈ ജനങ്ങളൊക്കെ കാണുന്നുണ്ട് ഇത്. ഈ ഇവര് മാത്രമല്ല, മറ്റുള്ള ജനങ്ങൾ ഇതൊക്കെ വിലയിരുത്തുന്നുണ്ട്, വേട്ടയാടുന്നതോ അല്ലാത്തതോ. അതുകൊണ്ട് ഇതൊന്നും വിലപ്പോവില്ല. ഇപ്പൊ ശൂലത്തും കുത്തിയില്ല. ഏത് ഭക്ഷണം കഴിക്കണമെന്നില്ല, ഏത് വസ്ത്രം കഴിക്കണമെന്നില്ല, വർഗീയവാദമില്ല. ഇപ്പം വിഷയം മാറി. ഇപ്പൊ എന്താ വിഷയം? ED വേട്ടയാടുന്നു. പഠന സംവിധാനത്തിന് സംസ്ഥാനത്തിന് കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ല. അത് മേടിക്കാൻ പറ്റില്ല, രാജിവെച്ച് പോയിക്കൊള്ളണം. ഞങ്ങളുടെ നികുതിപ്പണം, ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചിട്ട് എല്ലാ ആഡംബരങ്ങളും ആസ്വദിച്ചിട്ട് ജനങ്ങൾ അവകാശം നേടിക്കൊടുക്കുമ്പോൾ പഠന സംവിധാനത്തിൽ അവകാശപ്പെട്ടത് നേടിക്കൊടുക്കാൻ സാധിക്കാതെ മുഖ്യമന്ത്രി മന്ത്രിസഭ രാജിവെച്ച് പോയിക്കൊള്ളണം. നമുക്ക് തരാനുള്ള തരണ്ടെന്നുള്ളതാണല്ലേ എന്തായാലും നമ്മുടെ വിഷയം. ആർജമില്ലാത്ത സർക്കാർ രാജിവെച്ച് പോയിക്കൊള്ളണം. ശരി, ഓക്കെ. നമ്മൾ കാണില്ലേ നമ്മുടെ സഹോദരികള് ഈ കൊടും ചൂടത്ത് എന്താ ഇവിടെ നടക്കുന്നത്? ഇവിടെ എന്താ നടക്കുന്നത്? ഇന്നലെ ചർച്ചയ്ക്ക് MP മാരോട് അങ്ങ് അവിടെ ചെല്ലാനാ പറഞ്ഞേ. എവിടെ? പാർലമെന്റിൽ എമ്പുരാൻ വിഷയത്തിലും മറ്റേ ഭഗവത് സംസാരിക്കാൻ. ഈ ആശാവർക്കർമാരുടെ കാര്യം നോക്കാം ആദ്യം. കേരളം ഭരിക്കുന്ന സ്റ്റേറ്റ് ആണല്ലോ. ശരി, ശ്രീ ബാലകൃഷ്ണൻ, നമ്മൾ ആശാവർക്കർമാരുടെ വിഷയത്തിലൊക്കെ പലതവണ ചർച്ച നടത്തിയതാണ്. താങ്കളായി കേരളത്തിന്റെ അടുത്ത് കയറിയിരിക്കും, അടച്ചിരിക്കും. ശ്രീ ബാലകൃഷ്ണൻ, ED കയറുന്നിടത്തൊന്നും ഒരു കാര്യം നടക്കുന്നില്ല. അതാണ് അടച്ചിരിക്കും സാർ. ശ്രീ ബാലകൃഷ്ണൻ, ED കയറി കേസെടുക്കുന്ന അല്ലാതെ ആ കേസിലൊന്നും ആരെ ശിക്ഷിക്കാൻ പറ്റുന്നില്ല. ജനങ്ങൾ പറഞ്ഞില്ലേ സാർ? ശ്രീ ബാലകൃഷ്ണൻ, ആരെ ശിക്ഷിക്കാൻ പറ്റുന്നില്ല. അതെന്താണ്? പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം. ശ്രീ ബാലകൃഷ്ണൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യമൊന്നുമില്ല ഇവിടെ ചർച്ച. ED-യുടെ വിഷയമാണ്. ആ ED-യുടെ വിഷയത്തിൽ പറയണമെങ്കിൽ പറയാം. കേരളത്തിലാ സാർ വാളെടുക്കുന്നത്. വാളെടുത്താൽ വെളിച്ചപ്പെടാവുന്ന കേരളത്തിലാ. ശരി, ഓക്കെ. എന്തായാലും ബാലകൃഷ്ണൻ അഭിപ്രായം. അങ്ങനെ നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ബിനോയ് ആണ് കൊല്ലത്ത്. ശ്രീ ബിനോയ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഇപ്പോഴത്തെ റെയ്ഡിനെ കുറിച്ച്? കൊല്ലത്തല്ല, ദുബായിലാണ്. ദുബൈയിലാണോ? കൊല്ലത്ത് നേരെ ദുബൈയിൽ പോയോ? ദുബായിൽ പോയി. ശരി, ഓക്കെ, പറഞ്ഞോളൂ. ചർച്ച ചെയ്യേണ്ടി വരുമല്ലോ നമ്മളിതാകുമ്പോ. അപ്പോഴേ പിന്നെ കിരൺ, ഇന്നത്തെ വിഷയം ED ആയാലും സംഘപരിവാർ ആയാലും BJP ആയാലും ഈ കാണിക്കുന്നത് ഒരു കാരണവശാലും ജനാധിപത്യത്തിന് ചേർന്നതല്ല. ഇത് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊഡ്യൂസറായ ബഹുമാന്യനായ ഗോകുലം ഗോപാലേട്ടൻ വളരെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം സമൂഹത്തിനോട് എന്ത് പ്രതിബദ്ധത, സമൂഹത്തിനോട് ഒരുപാട് പ്രതിബദ്ധതയുള്ള ആളാണ് ഗോപാലേട്ടൻ. അപ്പൊ ഇപ്പോൾ BJP-യും സംഘപരിവാറും സത്യത്തിൽ ഇത് എമ്പുരാനിൽ പറഞ്ഞതെന്തുവാ? ഇന്ത്യയിൽ നടന്ന സംഭവം കൃത്യമായി പറഞ്ഞു. അതില് ഗോപാലേട്ടൻ വന്ന്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ആലത്തൂരിൽ നിന്നും ശ്രീ കിരണാണ്. ശ്രീ കിരൺ, താങ്കൾ ആദ്യമായിട്ടാണോ നമ്മുടെ പൊതുവേദിയിൽ വിളിക്കുന്നത്? ആദ്യമായിട്ടല്ല,
കിരൺ ഭായിക്ക് എന്നോട് പ്രതികാരം തോന്നിയപ്പോ ഞാൻ ഒന്ന് പേര് മാറ്റി പറഞ്ഞെന്നുള്ളൂ. ഞാൻ എന്റെ കോൾ എടുത്ത് താങ്കൾ എന്തിനാണ് ഈ സ്വന്തമായി ഒരു കോൾ വിളിക്കുന്നത്? സ്വന്തം പേര് പറയും, താങ്കളുടെ പേര് പറയുന്നതിന് സ്വന്തം പേരും അഡ്രസ്സും പറയുന്നതിന് ഇത്ര ഭയം എന്തിനാണ്? വിളിച്ചത് എന്റെ കോൾ എടുത്തിട്ട് കട്ട് ചെയ്തു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അതാ പറഞ്ഞത്, താങ്കൾക്ക് സ്വന്തം പേരും പറയുന്നതിന് ഇത്ര ഭയം എന്തിനാണ്? ഒരാൾ ഇത്ര ഒരു ഭീരുവായി ജീവിക്കുന്നത് എന്തിനാണ്? ഇത്ര ഭീരുവായി ജീവിക്കുന്നത് എന്തിനാണ്? എടോ എന്റെ കോൾ എടുത്തിട്ട് കട്ട് ചെയ്തു. താങ്കളുടെ കോൾ എടുത്ത് കട്ട് ചെയ്ത് താങ്കൾ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചാൽ കട്ട് ചെയ്യേണ്ടി വരില്ലേ? അതിന് പേര് മാറ്റിയാണ് വിളിക്കേണ്ടത്. അപ്പൊ ഭീരുവാണെന്ന് ചോദിച്ചെന്താ? താങ്കൾ ഭീരുവാണെന്ന് ചോദിച്ചത് അതുകൊണ്ട് തന്നെ ചോദിച്ചത്. പേര് മാറ്റി വിളിക്കുന്നത് കൊണ്ട് താങ്കൾ പലപ്പോഴും പേര് മാറ്റി വിളിക്കാറുണ്ട്, അതുകൊണ്ട് തന്നെ. ശരി, ഓക്കെ, നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് തൽക്കാലം താങ്കളുടെ അഭിപ്രായം കേൾക്കാൻ നിർവാഹമില്ല. റഹീമയാണ് കോഴിക്കോട് നിന്നും. ശ്രീ റഹീമ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ, അതെ സാറേ, അത് തൽക്കാലമുള്ള വീഡിയോ ആയിരിക്കും. അത് സിനിമയും വീഡിയോ ആയിട്ട് കൂട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെ സാറേ. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. തങ്കച്ചനാണ് മുഹമ്മയിൽ നിന്ന്. ശ്രീ തങ്കച്ചൻ, താങ്കൾ എന്ത് തോന്നുന്നു? ഇപ്പോഴത്തെ ഈ റെയ്ഡ് സ്വാഭാവികമായ റെയ്ഡ് മാത്രമാണോ? ശ്രീ തങ്കച്ചൻ, കേൾക്കാമോ? പറഞ്ഞോളൂ. സാറേ, ഇത് സ്വാഭാവികമായ റെയ്ഡ് അല്ല. ഇത് ഈ സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. ഒന്ന്. രണ്ടാമത്, ഇതിനകത്ത് കേരളത്തിലെ ഒരു മതസംഘടനയുടെ നേതാവിന് ഇതിനകത്ത് പങ്കുണ്ട്. അവരുടെ സമ്മർദ്ദത്തിന്റെ പേരിലാണ് ഇപ്പൊ ഗോകുലം ഗോപാലേട്ടനെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തുന്നത്. ഗോകുലം ഗോപാലേട്ടൻ എന്ന് പറഞ്ഞ കള്ളപ്പണം ഉണ്ടാക്കുന്ന ഒരു വ്യക്തി അല്ലെന്ന് ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയാമെന്ന്. ഇത് BJP ED എന്ന് പറഞ്ഞ കേരളത്തിലെ കേരള പോലീസിന്റെ ബാറടിക്കാനുള്ള യോഗ്യതയില്ലാത്തതാണെന്ന് BJP-കാരന്റെ കേന്ദ്ര ഭരണകക്ഷിയുടെയൊക്കെ വീട്ടിലെ അടുക്കള പണിക്കാരനാണ് ഇവര് ഈ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരല്ലാതെ ഭരണപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാർ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ളവരുണ്ട്. എന്താ ഇവർ റെയ്ഡ് ചെയ്ത ഇവർ വിവരറിയുന്നു. ഒരു ജഡ്ജിയുടെ വീടിന്റെ വാതിക്ക് നോട്ടുകെട്ടുകൾ കത്തിച്ചല്ലോ. ആ ED പോയി ആ ജഡ്ജിനെ അറസ്റ്റ് ചെയ്ത് ലോക്കൽ അടക്കണ്ടല്ലേ? ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ തിലകനാണ് തൃപ്പൂണിത്തറയിൽ നിന്ന്. ശ്രീ തിലകൻ, താങ്കൾ എന്ത് തോന്നുന്നു? താങ്കൾക്ക് എന്ത് തോന്നുന്നു? പറഞ്ഞോളൂ. സുഖമാണ്. കുറച്ചു ദിവസം ലീവായിരുന്നു. കുട്ടികൾക്കൊക്കെ പരീക്ഷ കഴിഞ്ഞതുകൊണ്ട് 1-2 ദിവസം ലീവ് എടുത്താണ്. ഓക്കെ സാർ, എന്നാൽ ഇതിനകത്ത് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം. ഇന്ന് നിങ്ങളുടെ പോലത്തെ ഈ മാധ്യമ പ്രവർത്തകർ സുരേഷ് ഗോപിയോട് ചോദ്യം ചോദിച്ചു ജബൽപൂരിലെ കാര്യം എന്തായിന്ന്. അദ്ദേഹത്തിന്റെ മറുപടിയാണ്. അദ്ദേഹത്തിന്റെ മറുപടിയോട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇതിനോട് എനിക്കും പറയാനുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേന്ദ്ര സർക്കാർ ആണ് ED-യെ കൊണ്ടുപോകുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ ഇപ്പൊ എന്ത് പറഞ്ഞാലും അവർ തീർച്ചയായിട്ടും പണി കൊടുക്കും. കുറച്ചു മുമ്പ് ഒരാൾ പറഞ്ഞില്ലേ ഇവിടെ കിട്ടും. സത്യത്തിൽ ഇത് ഈ പറഞ്ഞ പോലെ എമ്പുരാനോട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് സാർ എനിക്ക് പറയാനുള്ളത് കേട്ടോ. സുരേഷ് ഗോപിയുടെ കാര്യം, അദ്ദേഹം സ്ഥിരമായി മാധ്യമങ്ങളെ കാണുമ്പോൾ കലികളക അദ്ദേഹത്തിന്റെ ഒരു പതിവ് ശീലമായി മാറിയിരിക്കുകയാണ്. അതിനെ അവഗണിച്ച് തള്ളിക്കളയുക എന്നുള്ളതല്ലാതെ മറ്റ് വഴിയില്ലാത്ത അവസ്ഥയിലാണ് അദ്ദേഹത്തിന്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഒരു കാര്യം കൂടി പറയട്ടെ? പറഞ്ഞോളൂ. സാറേ, നമ്മുടെ ഈ വൈദികരെ ഭയങ്കര വിഷമായി പോയി സാർ. ഒരു പെണ്ണ് സങ്കടം വരും ആ മുഖത്തിട്ട് അടിക്കണം. കുറച്ചു മുമ്പ് ഈ നമ്മുടെ ഈ ഗോകുൽ സാറിന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മുടെ ഈ ഗുരുസ്വാമി പണി കൊടുക്കുമെന്ന് പറഞ്ഞു. ശരി, ഓക്കെ, എന്തായാലും താങ്കൾ പറഞ്ഞ വിഷയം അല്ല നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളതുകൊണ്ടാണ് അത് വാർത്തയൊക്കെ വന്നിരുന്നു. ശ്രീദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീദാസൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? പിന്നെ ബാബു, ഞാൻ പറയുന്നത് ഈ ഗോപാലൻ അത്ര ഒരു വലിയ മാന്യായ ആളെന്നല്ല. അയാളെ 10-30 കൊല്ലം മുന്നേ വടകര നാട്ടിൽ മൊത്തം കടം പൊളിച്ചിട്ട് നാട് വിട്ട് പോയ ആളാണ്. അതുകൊണ്ട് അയാൾ അത്ര വലിയ യോഗ്യയാണെന്ന് കാണണ്ട. ഈ പരസ്പരം മാത്രം പണം എങ്ങനെ ഉണ്ടാക്കുന്നത് ചിന്തിക്കണം, അത് അന്വേഷിക്കുന്നു വേണം. ഈ നാട്ടിലെ സാധാരണ ആർക്കും ഈ പണം ഉണ്ടാക്കാൻ പറ്റുമോ? പിന്നെ വേറെ കാര്യങ്ങളെ പറയാം. പിന്നെ ഞാൻ കുറച്ച് ദിവസം വിളിക്കട്ടെ, ഞാൻ തെറ്റെടുത്തോണ്ടല്ല, നിങ്ങളെ ഇഷ്ടമാണ്. പക്ഷെ എന്നാലും നിങ്ങൾ ഇപ്പൊ കുറച്ച് മുമ്പ് പ്രേക്ഷകൻ പറഞ്ഞ പോലെ നിങ്ങൾക്കങ്ങ് ലേഡീസ് ഓൺലി അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ഓൺലി അങ്ങനെ പറയണം. അല്ലാതെ ഇങ്ങനെ പറഞ്ഞൊരു ഈ പൊതുവേദി ഏറ്റവും നല്ല പരിപാടി കഴിയുമ്പോൾ ഈ നാട്ടിൽ എല്ലാവരും അംഗീകരിക്കുന്ന പരിപാടിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ വലിയ ഇഷ്ടം ഇതിനെ പറ്റി. അത് നിങ്ങൾ കറന്നു കൊടുക്കരുത്.
ശരി ശ്രീ ദാസൻ, അത് അതുകൊണ്ടല്ല, ചില ദിവസങ്ങളിൽ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു എല്ലാ കാറ്റഗറി സ്ത്രീകൾക്ക് കൂടുതൽ അവസരം കൊടുക്കാൻ വേണ്ടിയൊക്കെ ചെയ്തതാണ്. അതിന് താങ്കൾ അങ്ങനെ പരിഭവിക്കേണ്ടതില്ല, നമുക്ക് തുടർന്നും അവസരങ്ങൾ കിട്ടും. ശ്രീ സൈനദാസനാണ് കോഴിക്കോട് നിന്ന്. ശ്രീ സൈനദാസൻ, താങ്കൾക്ക് എന്താണ് വിഷയത്തിൽ പറയാനുള്ളത്? സാർ നമസ്കാരം. സാർ നമസ്കാരം. അതായത് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് സർക്കാരിലേക്ക് ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതൊക്കെ അമേരിക്കയിലൊക്കെ നടക്കുന്ന, അവർക്ക് പേടിയാ ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ. കേട്ടില്ലേ? പിന്നെ സാറ് മുൻപ് ഒരു കാര്യം പറഞ്ഞു, മണിപ്പൂരിന്റെ കാര്യം. സാർ മണിപ്പൂരിന്റെ കാര്യം ഇന്ത്യയിലെ ജനങ്ങളല്ല, ഇത് കേൾക്കൂ. അതായത് ചൈനയുടെ സാറ് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. കാരണം മിസോറാം എല്ലാം ബോർഡറിലൊക്കെ ചൈനയുടെ അധിനിവേശമാണ്, അല്ലാതെ നമ്മുടെ ഇന്ത്യയുടെ ആൾക്കാരുടെ പ്രശ്നമല്ല. അവര് കണ്ടമാന കാശും കൊണ്ട് അടിച്ചു വിടുകയാണ്. അതാണ് സാർ, സത്യമാണ്. അത് തടയേണ്ട ഉത്തരവാദിത്വം നമ്മുടെ രാജ്യത്തിനല്ലേ, നമ്മുടെ രാജ്യം അത് തടയണമല്ലോ. അതേമാതിരിയാണ് നമ്മുടെ സർക്കാരിലേക്ക് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇടിയും വരൂല സാർ. ശരി ശ്രീ സൈനദാസൻ, അങ്ങനെ ഒന്നും മാത്രമല്ല, എന്തായാലും ഇഡിയുടെ പലപ്പോഴും കേസുകളൊക്കെ വരുന്നത് എപ്പോഴും അങ്ങനെയാണെങ്കിൽ അവർക്ക് കൂടുതൽ കേസുകൾ തെളിയിക്കപ്പെടാൻ കഴിയേണ്ടതായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു കൺവിക്ഷൻ റേറ്റ് അല്ല എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുള്ളത്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി. രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. ശ്രീ രവീന്ദ്രൻ, താങ്കൾ രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളി തന്നെയല്ലേ? ചിലരൊക്കെ പേര് മാറ്റി വിളിക്കുന്നത് എന്ന് പറയുന്നു. ഇല്ല, ഞാൻ BJP കാരനാണ്, എനിക്ക് പേര് മാറ്റി വിളിക്കേണ്ട കാര്യമില്ല. ശരി, ഓക്കെ, പറഞ്ഞോളൂ. കിരണ, ഇത് നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ ഒരു 8 മാസം മുമ്പ് നമ്മുടെ ചാനൽ ഉൾപ്പെടെയുള്ള ചാനലിൽ കണ്ടാണ് ഈ ഗൂഗിളും ഗോവാലും സ്ഥാപനങ്ങളൊക്കെ ഒരു ചെറിയ റെയ്ഡും കാര്യങ്ങളൊക്കെ നേരത്തെ നടത്തി, കുറെ കാര്യങ്ങളൊക്കെ നടത്തിയായിരുന്നു. ശരിയല്ലേ? സത്യമല്ലേ? ഒരു 8 മാസം മുമ്പ്. അതും ഇതുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ താങ്കളുടെ അഭിപ്രായം പറയാം. അപ്പൊ അങ്ങനെ, അപ്പൊ ഇത് ആദ്യമായിട്ടല്ല, അന്ന് കുറെ രേഖകളും കാര്യങ്ങളൊക്കെ ഇവർ പിടിച്ചെടുത്തോണ്ട് പോയിട്ടുണ്ടാകും. അതൊക്കെ ചിലപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ അത് മുക്കിക്കളഞ്ഞായിരിക്കാം. പക്ഷെ എന്തെങ്കിലും ഇതുപോലെ ഒരു അവസരം വരുമ്പോൾ അത് ചാടി വീഴാതെ ഇങ്ങനെ അവർക്ക് എതിരെ എന്തെങ്കിലും സംസാരിച്ചാൽ അന്നേരം ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് കയ്യിലെടുത്ത് വള്ളിയായി വെച്ചു. അതെ, അന്നും ക്രമക്കേട് കണ്ടുപിടിച്ചതാ. ക്രമക്കേട് അന്ന് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ് 200 കോടി രൂപയുടെ ക്രമക്കേട് കണ്ടുപിടിച്ചെന്ന് ഫ്ലാഷായിട്ട് ന്യൂസ് വന്നതാ. പക്ഷെ അത് പിന്നെ അതിനോട് മുന്നോട്ട് പോയില്ല കാര്യങ്ങളൊന്നും. അതുപോലെ നമ്മളെ BBC-യെ പറ്റി റെയ്ഡ് നടത്തിയപ്പോഴേക്കും നമ്മളെല്ലാം പറഞ്ഞിട്ട് അത് കടന്നുകയറ്റമാണ്. ഇങ്ങനെയൊക്കെയല്ലേ ശ്രീ രവീന്ദ്രൻ ഈ കൊച്ചുകുട്ടികളെയൊക്കെ ആളുകൾ ഉപയോഗിക്കുന്നത്? കൊച്ചുകുട്ടികൾ എന്തെങ്കിലും വീട്ടിൽ അറിയാതെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് കണ്ട് വീട്ടിൽ പറഞ്ഞു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കി അവരെ മറ്റു തരത്തിൽ ചൂഷണം ചെയ്യുന്നൊക്കെ ഇതുപോലെയല്ലേ? അങ്ങനെയാണെങ്കിൽ അന്ന് കണ്ടെത്തിയതാണ്, അന്ന് കണ്ടെത്തി ഇപ്പോൾ ഞങ്ങൾക്കെതിരെ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ വന്നു എന്നൊക്കെ താങ്കൾ പറഞ്ഞാൽ അത് ഭയങ്കര മോശപ്പെട്ട അവസ്ഥയല്ലേ? അല്ല, അന്നൊരു വിട്ടുവീഴ്ച മനോഭാവം ചെയ്ത് കാണും. കാരണം എന്താ, ഒരു ബിസിനസ്സുകാരനല്ല, ഇവിടുത്തെ ബ്ലേഡ് മാഫിയാണ്, ബ്ലേഡ് വാങ്ങി നടത്തുന്ന ഒരു ബിസിനസ്സുകാരനാണ്. അങ്ങനെ നമ്മൾ ഇവിടെ മാന്യമായി ബിസിനസ് നടത്തുന്ന ഒരാളെ ബ്ലേഡ് മാഫിയ എന്നൊക്കെ എങ്ങനെയാണ് വിളിക്കുന്നത്? ശ്രീ ഗോകുലം ഗോപാലൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യവസായിയാണ്. ആ വ്യവസായിയെ മാഫിയ എന്നൊക്കെ എങ്ങനെയാണ് താങ്കൾ വിളിക്കുന്നത്? അല്ല, ഗോകുലിന്റെ ചിട്ടി ഫണ്ടിൽ ഞാൻ കാശ് എടുത്തിട്ടുള്ള. അല്ല, താങ്കൾ കാശെടുത്ത ഒരുപാട് പേര് കാശെടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അദ്ദേഹത്തെ എങ്ങനെയാണ് നമ്മളൊരു ബ്ലേഡ് മാഫിയ എന്നൊക്കെ വിളിക്കുന്നത്? ശരിയാണോ? അത് ശരിയല്ലല്ലോ. ഇവിടുത്തെ ഒരു മാന്യമായ വ്യവസായം നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട വ്യവസായി അല്ലേ ഗോകുലം ഗോപാലൻ? അല്ല, അങ്ങനെയല്ല ഞാൻ പറയാം. പ്രൈവറ്റ് ആയിട്ട് നമ്മളൊരു ബ്ലേഡ് ബാങ്കിന്നല്ലേ നമ്മൾ സ്വാഭാവികമായിട്ട് പറയുന്നത്. അങ്ങനെ പറഞ്ഞെന്നുള്ളൂ. അല്ല, ബ്ലേഡ് മാഫിയ എന്നൊക്കെ താങ്കൾ പറഞ്ഞെങ്കിൽ അത് ശരിയല്ല. അദ്ദേഹം ലൈസൻസോടുകൂടി ഇവിടെ വ്യവസായം നടത്തുന്ന ഒരാളാണ്. അങ്ങനെ വ്യവസായം നടത്തുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാം ലൈസൻസോട് കൂടി കൊടുക്കുന്നതാണ്. പലിശ കൂടി വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് പോട്ടെ, അത് എടുത്തിട്ട് അത് എടുക്കാൻ പോട്ടെ. അത് നമ്മൾ BBC-യുടെ ഇതുപോലെ പ്രശ്നം വന്നപ്പോൾ നമ്മളെല്ലാം കൂടെ കുറ്റപ്പെടുത്തില്ല. അവസാനം 45 കോടി രൂപ കെട്ടിവെക്കേണ്ടി വന്നില്ല അവർക്ക്. ഇല്ലേ? സത്യമല്ലേ? BBC-യുടെ കാര്യത്തിലൊക്കെ രാജ്യം ലോകത്തിന് മുന്നിൽ നാണം കെട്ടതൊക്കെ നമ്മൾ കണ്ടതല്ലേ? ലോകത്തിന് മുന്നേ നാണം കെടുത്തിയോണ്ടല്ലേ നാണം കെട്ടത് BBC അല്ലല്ലോ, നമ്മളല്ലേ നാണം കെട്ടത്. എങ്ങനെയാ നാണം കെടുത്തിയത്? എങ്ങനെയാ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഒപ്പിച്ച് നാണം കെടുത്തിയേണ്ടാളെ അവർക്ക് 45 കോടി രൂപ കെട്ടിവെക്കണ്ടേ? ക്രമക്കേട് കണ്ടുപിടിച്ചില്ലേ? ശരി, ഓക്കെ. എന്തായാലും ശ്രീ രവീന്ദ്രന്റെ അഭിപ്രായം. തോമസ് ആണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ തോമസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ വിഷയത്തിൽ? സാറേ, ജനാധിപത്യം നഷ്ടപ്പെട്ടെന്നുള്ളതിന്റെ യഥാർത്ഥ തെളിവാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാർ ഈ ചർച്ച നടത്തുന്ന സാറിന്റെ വീട്ടിലും നാളെ ED റെയ്ഡ് നടത്തും. കാരണം ഹലോ പറഞ്ഞോളൂ സാറേ, ഇത് എമ്പുരാൻ സിനിമയുടെയോ മറ്റു പ്രശ്നങ്ങളുമല്ല, ഇവരുടെ ഒരു തുടർക്കഥയാണ്. എന്തെങ്കിലും എതിർത്ത് ഇവിടുത്തെ ജനങ്ങൾ പ്രതികരിച്ചാൽ അവർ ഉടനെ EDയോ അത് അവരുടെ സ്വാധീനമോ ഉപയോഗിച്ച് ഇങ്ങനെ മനുഷ്യനെ തന്റെ വരുതിക്കുള്ളിലാക്കാനായിട്ട് അവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതൊരു തുടർക്കഥയാണ്. ഇതിനു മുമ്പ് നമ്മളിത് കണ്ടത് തന്നെയാണ്. ജനാധിപത്യം നഷ്ടപ്പെട്ടെന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയണം.
ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്നിൽ നിന്നുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഈ ഒരു കേരളത്തിലെ ഒരു ഇന്ത്യയിലെ ഒരു പൗരൻ എന്നുള്ള നിലയിലാണ് സംസാരിക്കുന്നത്. ഒരു സിനിമ അതിനെ സിനിമയായിട്ട് കണ്ടുകൂടെ? ഇതിനകത്ത് എത്രമാത്രം എന്താണ് വലിയ ബഹളം വെക്കേണ്ട ആവശ്യം? കേന്ദ്രം ഇടപെടുന്നു, അതിലെ ഇവിടുത്തെ BJP നേതാക്കൾ ഇടപെടുന്നു, ED ഇറങ്ങുന്നു. ഇതൊക്കെ വളരെ മറ്റ് ലോകരാഷ്ട്രങ്ങളിലേക്ക് ഇതിന്റെ ഒരു വാർത്ത എന്നാൽ നമ്മൾ തലകുനിച്ച ലോകത്തിന് മുമ്പിൽ നിൽക്കാൻ പറ്റുള്ളൂ. ശരി, നമുക്ക് ചില വിജയനാണ് കോട്ടയത്ത് നിന്നും. ശ്രീ വിജയനിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ചില യൂട്യൂബിലെ ചില കമന്റുകൾ കൂടി വായിക്കാം. ഷാജഹാൻ ഷാ പറയുന്നു, എമ്പുരാൻ കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടു, അതാണ് ഗോകുലം ചേട്ടൻ്റെ ഓഫീസിൽ കയറിയത് എന്ന് പറയുന്നു. ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, ഇന്ത്യ ആരുടെയും വകയല്ല എന്നൊക്കെ പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റ് സേതു പറയുന്നു, ED സുഡാപ്പി പൃഥ്വിരാജിന് നല്ല രീതിയിൽ ഒന്ന് ചോദ്യം ചെയ്യണം, നല്ല സത്യവും പുറത്തു വരും, അവൻ രക്ഷപ്പെടാൻ സമ്മതിക്കരുത് എന്നൊക്കെ പറയുന്നു. പൃഥ്വിരാജിനെയാണോ താങ്കൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താണ് സേതുവിന് പൃഥ്വിരാജിനോട് എന്തോ കടുത്ത വിരോധം ഉണ്ട് എന്ന് തോന്നല്ലോ സാധാരണഗതിയിൽ ഈ ഇദ്ദേഹത്തെ ഈ തരത്തിലേക്കൊക്കെ വിളിക്കുന്നതിന്? എന്തായാലും മറ്റ് അദ്ദേഹം തന്നെയാണ് ഇതേ അഭിപ്രായം തന്നെ 4-5 തവണ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അത് ഒന്ന് എഴുതിയാൽ പോരാ എന്ന് തോന്നിയത് കൊണ്ടായിരിക്കും. മുരളി ഗോപിയെ തൊടാൻ ധൈര്യമുണ്ടോ? ഉറച്ചു നിന്ന് നിലപാടെടുത്തത് മുരളി മാത്രമെന്ന് സിദ്ദിഖ് പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റു ചില രാജഗോപാൽ കെ പറയുന്നു, ഈ അവതാരൻ തീരെ നിഷ്പക്ഷനല്ല എന്ന് പറയുന്നു. താങ്കൾക്ക് അങ്ങനെ പറയാനുള്ള അവകാശം പൂർണ്ണമായിട്ടുമുണ്ട്. ഒരു കാര്യത്തിലും നമുക്ക് നിഷ്പക്ഷത എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും അഭിപ്രായത്തിൽ അത് വ്യത്യസ്തമായിരിക്കും. അത് എപ്പോഴും ഒരേ രീതിയിൽ തന്നെ ആ നിഷ്പക്ഷത ഇരിക്കണം എന്നൊക്കെ വിചാരിച്ചാൽ പ്രയാസമാണ്. തെറ്റായ കാര്യങ്ങൾ വന്നാൽ അത് അവതാരൻ എന്ന നിലയ്ക്ക് ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഞാനത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. ന്യൂസ് 18 ബോധമില്ല, ഒരു കേസില്ലാതെ EDക്ക് കേസെടുക്കാൻ പറ്റുമോ എന്ന് ലുലു അനൂപ് ചോദിക്കുന്നു. ശ്രീ ലുലു അനൂപ്, ഒരു രാജ്യത്തെ ഏത് ഏജൻസിക്കും ഇന്ത്യയിലെ എവിടെയും ഇത്തരം ഒരു പ്രത്യേകിച്ച് ഒരു സ്ഥാപനമൊക്കെ നടത്തുന്ന അല്ലെങ്കിൽ ധനകാര്യ ഇടപാടുകൾ നടത്തുന്ന ഒരാൾക്കെതിരെ അന്വേഷണം നടത്തുന്നതിന് യാതൊരു പ്രയാസവുമില്ല. കേസെടുത്താൽ അത് കേസെടുത്ത് വിജയിപ്പിച്ച് നാളെ ശിക്ഷ കൊടുക്കുമ്പോഴാണ് ആ അന്വേഷണം പൂർണ്ണമാകുന്നത്. അങ്ങനെ ശിക്ഷ കൊടുത്തതിൻ്റെ അളവ് നോക്കുമ്പോൾ ഈ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം ഏജൻസിക്ക് 90% കേസുകളിലും അങ്ങനെ ശിക്ഷയൊന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറേ ആളുകളെ കുറേ നേരത്തേക്ക് അവരെ പ്രതിക്കൂട്ടിൽ നിർത്താം, കുറേ പത്രവാർത്തകളൊക്കെ വരുത്താം, അവരുടെ ബിസിനസ് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും കുറേയൊക്കെ തകർന്നു പോകാം. അവരുടെ വലിയൊരു സമയം ഈ കേസിന് പുറകെ നടക്കേണ്ടി വരും, അതിനുവേണ്ടി ഒരുപാട് പണം ചെലവഴിക്കേണ്ടി വരും. ആ സമയം കൊണ്ട് അവരുടെ ബിസിനസ്സിലുണ്ടാകുന്ന ലാഭങ്ങളൊക്കെ ചിലപ്പോൾ നഷ്ടമായി തീരുകയും ഒക്കെ ചെയ്യാം. അതിനപ്പുറത്തേക്ക് ഈ ഏജൻസി കേസെടുത്താൽ ഒരു 60-70 സുപ്രീം കോടതി തന്നെ ചോദിച്ചാണ്, നിങ്ങളുടെ കൺവിക്ഷൻ റേറ്റ് 50-60% ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കത് നിങ്ങളുടെ ഒരു ഏജൻസി കൊള്ളാവുന്ന ഏജൻസിയാണെന്ന് പറയാമായിരുന്നു. പക്ഷേ നിങ്ങളുടെ ഏജൻസിക്ക് അത്തരം ഒരു കൺവിക്ഷൻ റേറ്റ് ഇല്ലയോ എന്ന് ചോദിച്ചത് ഞാനല്ല, അത് ഇന്ത്യയുടെ സുപ്രീം കോടതി തന്നെയാണ് ചോദിച്ചത്. അതൊക്കെ ഓർത്തിരുന്നാൽ ശ്രീ അനൂപിന് ബോധം ഉണ്ടോ, ഞങ്ങൾക്ക് ബോധമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ആർക്കാണ് ബോധം വേണ്ടത് എന്നുള്ള ഒരു മറുപടി കൂടി കിട്ടും. എമ്പുരാൻ്റെ പ്രൊഡ്യൂസർ തട്ടിപ്പ് നടത്തിയാൽ മിണ്ടാതിരിക്കണോ, കഷ്ടം എന്ന് പറയുന്നു. എമ്പുരാൻ്റെ പ്രൊഡ്യൂസറിൽ ആര് തട്ടിപ്പ് നടത്തിയാലും മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല. ആര് നടത്തിയാലും അതിനെക്കുറിച്ച് അന്വേഷിക്കണം തന്നെ, അത് അന്വേഷിക്കണം. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ EDയോ SFIയോ ഏത് ഏജൻസി വന്നാലും പേടിക്കേണ്ട കാര്യമില്ല എന്ന് സന്തോഷ് കുമാർ പറയുന്നു. അങ്ങനെയല്ല സന്തോഷ് കുമാർ, തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഒക്കെ സാധാരണക്കാരായ ഒരു മനുഷ്യനാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സിനിമയിൽ കുറേ ഭാഗങ്ങൾ വെട്ടേണ്ടി വന്നത്? ആരും നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ കേസ് വന്നിട്ടോ ഒന്നും അല്ലല്ലോ. ചില സാഹചര്യങ്ങളിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ആളുകൾക്ക് എപ്പോഴും എല്ലാവരെയും പോലെ ധൈര്യസമേതമൊന്നും നിൽക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. ചിലർക്കൊക്കെ അവരുടെ ഒരുപാട് അത്തരം തിരിച്ചടികളൊക്കെ പലതരത്തിലുണ്ടാവും. ഇപ്പോൾ ഈ ED റെയ്ഡിനെ കുറിച്ച് തന്നെ ഇത്തരം സംശയങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു കാരണവും അത് തന്നെയാണല്ലോ. പെടുന്നതിനെ ഗോകുലം ഗോപാലിന്റെ വീട്ടിൽ സ്ഥാപനങ്ങളിലേക്ക് ഒരു റെയ്ഡ് ഉണ്ടാകുന്നൊക്കെ ശ്രീ വിജയനാണ്. ശ്രീ വിജയൻ, താങ്കൾക്ക് പറയാം. ഹലോ, പറഞ്ഞോളൂ ശ്രീ വിജയൻ. ഹലോ, കേൾക്കാം. പറഞ്ഞോളൂ താങ്കൾ. താങ്കളെ TV മ്യൂട്ട് ചെയ്താലേ പറയാൻ കഴിയൂ. കേട്ടോ ശ്രീ വിജയൻ. സാറേ, മടിയിൽ കനവില്ലാത്തവന് വഴിയിൽ ഭയമില്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയൊക്കെ നമുക്ക് പറയാം ശ്രീ വിജയൻ. പക്ഷേ ഒരു വ്യവസായിക്കെതിരെയൊക്കെ കേസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ കേസ് തെളിയുന്നത് വരെ അയാൾക്ക് അതിന്റെ പുറകെ നടക്കേണ്ടി വരും, പണം ചെലവഴിക്കേണ്ടി വരും, സമയം ചെലവഴിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ. അല്ലാതെ കേസ് തെളിയിക്കാമെന്നൊക്കെ കഴിഞ്ഞാൽ അതിന് എല്ലാവിധ സംവിധാനങ്ങളും അയാളുടെ കയ്യിൽ വേണം. നേരിടാം, പക്ഷെ അതിനുവേണ്ടി അയാൾ ഉപയോഗിക്കേണ്ടി വരുന്ന സമയം എത്രയാണ്, അയാൾ ഉപയോഗിക്കേണ്ടി വരുന്ന ധനം എത്രയാണ്, അത് കാരണം അവർക്കുണ്ടാവുന്ന സാമ്പത്തിക നഷ്ടം, അവരുടെ ബിസിനസ്സിൽ ചെലവഴിക്കേണ്ട സമയമാണ് ഇതിനൊക്കെ വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നത്. പേടിക്കേണ്ട കാര്യമില്ലെന്നൊക്കെ പറയാം, പക്ഷേ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വലുതാണ്. എത്ര പേടിക്കണ്ടെന്ന് പറഞ്ഞു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ 193 കേസുകൾ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ എടുത്തതിൽ 2 പേരെ മാത്രമേ ശിക്ഷിച്ചിട്ടുള്ളൂ. ബാക്കി 191 പേരും
മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയൊക്കെ അങ്ങനെ പറയും. മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് നേരിടാൻ സമയവും നേരിടാൻ സമ്പത്തും എല്ലാം ഉള്ളവർക്ക് ഇതെല്ലാം പറയാം. അല്ലാത്തവർക്ക് സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രയാസം തന്നെയാണ്, സംശയമൊന്നുമില്ല. മുഖ്യമന്ത്രിക്കാലും അങ്ങനെ തന്നെയാണ്. ശരി, താങ്കൾ TV മ്യൂട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് കൃത്യമായി പറയുന്നത്. ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ദീപു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു ED റെയ്ഡ് അത് സ്വാഭാവികമായി ഒരു വ്യവസായി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഗോകുലം ഗോപാലിന്റെ നേർക്കുണ്ടായതാണോ അതോ എമ്പുരാന്റെ എഫക്റ്റ് ആണോ? അല്ല, ആദ്യം ഒരു കാര്യം പറഞ്ഞോട്ടെ കിരൺ. അതായത് ഈ കഴിഞ്ഞ ദിവസം മനു 3 ദിവസം കൊണ്ട് പിന്നെ ചില മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് ആണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം എല്ലാവർക്കും അവസരം കിട്ടണമല്ലോ. മാത്രമല്ല അത് ആരെയാണ് അത് ഉദ്ദേശിച്ച് ചർച്ച ഇന്നത്തെ പൊതുവേദി സംഘടിപ്പിക്കുന്നത് വളരെ കൃത്യമായി മനു പറഞ്ഞിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മനു വളരെ കൃത്യമായിട്ടാണ് അത് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് എന്നെ പോലുള്ള ആൾക്കാരെ വിളിക്കാത്തത്. ബാക്കിയുള്ളവർക്ക് അവസരങ്ങൾ. ഇനി ഈ വിഷയത്തിൽ പറഞ്ഞു ഞാൻ പിന്നെ കിരൺ, ഈ വിഷയത്തിൽ എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ കൃത്യമായി എന്തുകൊണ്ടാണ് ഓർഗനൈസർ 4 പ്രാവശ്യമാണ് ഈ സിനിമയെക്കുറിച്ച് ഓർഗനൈസർ എഴുതിയിട്ടുള്ളത്. അപ്പൊ അവർക്കുണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താ? അവര് വിരളി പിടിപ്പിച്ചത് എന്താ? ഇത്തരം കാര്യങ്ങൾ, അതായത് BJPയുടെ കേന്ദ്ര നേതൃത്വം എന്ന് പറഞ്ഞാൽ RSSന്റെ കേന്ദ്ര നേതൃത്വത്തിന് അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് എല്ലാം ഇതൊക്കെ അങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നു, ഈ കാലത്ത് ഈ കെട്ട കാലത്ത് ഇങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ മനസ്സ് മരവിച്ച് അങ്ങനെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ കൃത്യമായി അടിക്കേണ്ടിടത്ത് അടി കിട്ടി എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഓർഗനൈസറാണ് ഈ 4 പ്രാവശ്യമാണ്. വേറെ ഏതെങ്കിലും കാര്യത്തിന് ഓർഗനൈസർ ഇങ്ങനെ 4 പ്രാവശ്യം എഴുതിയില്ല. കാരണം അവര് കോൺക്രീറ്റ് ഇട്ട് മറയ്ക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ എടുത്ത് പുറത്ത് വലിച്ചിങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുക. ആ വലിച്ചിട്ട് കൊടുത്ത് ഇനി അതകത്തേക്ക് നിങ്ങൾ തന്നെ നിങ്ങളുടെ തന്നെ വാർത്തകളിൽ, അത് ഞാൻ പറഞ്ഞ ന്യൂസ് 18 അല്ല, പല വാർത്തകളിലും ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന എന്താ ഇന്നത്തെ കുട്ടികൾ. ഈ പ്രായത്തിൽ ഈ ഇപ്പോഴത്തെ ഒരു 15-25 വയസ്സിന് താഴെയുള്ള ആൾക്കാർ, ചെറുപ്പക്കാരും കുട്ടികളും സെർച്ച് ചെയ്യുന്ന അതിനകത്ത് ഓരോ കഥാപാത്രത്തിന്റെ പേര എന്താണ് ഈ സംഭവം എന്നാണ്. ഇതാണ് ഇവരെ വിരൽ പിടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നേരത്തെ തന്നെ ഒരു കാര്യം കൂടെ, നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പം ഈ ഗോകുലൻ എന്ന് പറയുന്ന ആ ബിസിനസ്സുകാരന് അയാൾ ഒരു ബിസിനസ് സ്ഥാപനം നടത്തുകയാണ്. അവിടെ ഇങ്ങനത്തെ റെയ്ഡുകളോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് സ്വാഭാവികമാണ്. ചില പരാതികൾ വരും, അന്വേഷിക്കും, കാര്യങ്ങൾ നോക്കും. പക്ഷെ എന്തുകൊണ്ട് ഇപ്പോ നേരത്തെ കിട്ടിയ പരാതികൾ എന്തുകൊണ്ട് ഇപ്പൊ വരുന്നു? ഇവിടെയാണ് ഓർഗനൈസറും ഇതുമായി BJPയുമായും RSSുമായും ഈ നാടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ദീപു. ശ്രീ കൃഷ്ണകുമാറാണ് പാലക്കാട് നിന്ന്. ശ്രീ കൃഷ്ണകുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്തേ സാർ, എനിക്കൊരു 2 കാര്യം പറയാനുണ്ട്. സാറൊന്ന് കേൾക്കണം. എന്താ ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഇവിടെ കുറെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പൊ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കുന്നതിന് നമ്മൾ എന്തിനു ഭയക്കണം? നമ്മുടെ കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ നമ്മൾ എന്തിനു ഭയക്കണം? നമ്മൾ തെറ്റ് ചെയ്ത ഭയന്നപ്പോൾ പിന്നെ ഈ നമ്മളിത് പറയുമ്പോഴേക്കും അത് എമ്പൂരാൻ സിനിമയാണ്, അല്ലെങ്കിൽ മറ്റതാണ്, അല്ലെങ്കിൽ മറിച്ചതാണ്, അല്ലെങ്കിൽ അത് ആ ഭരണമാണ്, ഈ ഭരണം, അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് കുറെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ. ഞാൻ ചെറിയ സംശയം ചോദിച്ചോട്ടെ. നമ്മൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ന്യായമായ സംശയം തോന്നിയിട്ടും ന്യായമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യമൊക്കെ നേരം ഭയക്കേണ്ടതെന്ന് ചോദിച്ചാൽ സാധാരണ കയ്യിൽ പണവും അല്ലെങ്കിൽ അതിനുള്ള ശേഷിയും സമയവും എല്ലാം ഉള്ളവർക്ക് അല്ലാത്ത സാധാരണക്കാർക്കൊക്കെ ഭയക്കേണ്ടി വരും എന്നുള്ളൊരു സംശയമൊന്നുമില്ല. അതിന് സാധാരണ ഒരു പോലീസ് കേസ് എടുത്താലും ഒക്കെ നിങ്ങൾക്ക് അതിനുവേണ്ടി നിങ്ങൾക്ക് അവധിയെടുത്ത് ചിലപ്പോൾ സ്റ്റേഷനിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ കോടതിയിൽ പോകേണ്ടി വരും. അത്തരമൊക്കെ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതെല്ലാം പോട്ടെ. ഇനി അങ്ങനെയൊക്കെ എടുക്കുന്ന ഒരു ഏജൻസിയാണ് ED എങ്കിൽ ED എടുക്കുന്ന കേസിനകത്ത് സുപ്രീം കോടതി തന്നെ പറഞ്ഞാണ് നിങ്ങൾ എടുക്കുന്നതിനകത്ത് 60% തെളിയിക്കാൻ നിങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജൻസിയുടെ വിശ്വാസ്യത നമുക്ക് ഇത് അതുപോലും തെളിയിക്കാൻ കഴിയാത്തൊരു ഏജൻസി ബോധപൂർവ്വം 192-3 കേസ് മറ്റ് രാഷ്ട്രീയക്കാർക്കെതിരെ എടുത്തപ്പോൾ ആ രാഷ്ട്രീയക്കാരൻ 4-5 പേരാണ് ആകെ BJPക്കാർ. ബാക്കി കേരളത്തിലെ ഇന്ത്യയിലെ BJP ഒഴികെ രാഷ്ട്രീയക്കാരെല്ലാം അഴിമതിക്കാരും BJPക്കാരെല്ലാം അഴിമതി കാണിക്കാത്ത മനുഷ്യരൊന്നും അല്ല. എന്നിട്ട് ആകെ 2 പേരാണ് തെളിയിച്ചത്. അതും ജാർഖണ്ഡിലെ 2 മന്ത്രിമാരെ മാത്രമാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞത്. ബാക്കി ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവര് തന്നെ ജാർഖണ്ഡിലെ ആൾക്കാരുടെ അവസ്ഥ അറിയാമല്ലോ. ജാർഖണ്ഡിലെ സംബന്ധിച്ചിടത്തോളം ആദിവാസി വിഭാഗത്തിന് മേൽക്കൈയുള്ള സംസ്ഥാനത്ത്, അവിടെ ആ വിഭാഗത്തിന് മേൽക്കൈയുള്ള ഒരു പാർട്ടി ഭരിക്കുന്ന ഒരു സ്ഥലത്ത് അവിടുത്തെ 2 രാഷ്ട്രീയ നേതാക്കളെ മാത്രമാണ് ആകെ ശിക്ഷിക്കാൻ കഴിഞ്ഞത്. ബാക്കി ആരെയും ശിക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഏജൻസിയെ കുറിച്ച് നമുക്ക് സംശയം തോന്നില്ലേ? അല്ല, ഏജൻസിനെ സംശയിക്കണ്ടേ? നമ്മൾ തെറ്റ് ചെയ്തില്ലേ? നമ്മൾ എന്തിനു അതാ പറഞ്ഞ ഈ ബാക്കി 190 മുതൽ 191 പേരും ഇപ്പോഴും ഇങ്ങനെ പ്രതിസ്ഥാനത്ത് നിന്ന് മുകളിലാണ്. ഞാൻ ശരിയാണോ തെറ്റാണോ എന്ന് അറിയാത്തൊരവസ്ഥയിൽ നിൽക്കല്ലേ? അവരെല്ലാം വക്കീലന്മാരെ വെക്കണ്ടേ? അവരുടെ എല്ലാം സമയം കളയേണ്ടതിനു വേണ്ടി ചെടിച്ചട്ടി കൊണ്ട് തല്ലിയപ്പോ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ നാടാണ് നമ്മുടെ കേരളം. അല്ല, അതൊക്കെ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. അത് ശരിയാണ്. ഞാൻ പറഞ്ഞു അത് ശരിയാണെന്ന്.
അതല്ല ഞാൻ അല്ല അതുകൊണ്ട് അത് ഇതുമായിട്ടൊക്കെ എങ്ങനെയാണ് താങ്കൾ ബന്ധപ്പെടുന്നത്? ഈ ജനാധിപത്യ രാഷ്ട്രത്തില് ഇങ്ങനെ പലതും ഇനി കോൺഗ്രസ് ആണ് അടുത്ത പ്രാവശ്യം വരുന്നെങ്കിൽ അവർ ഇവരൊക്കെ കൂട്ടും. ഇത് നമ്മുടെ നാടിന്റെ പ്രത്യേകതയാണ്. ഇത് നാടിന്റെ പ്രത്യേകതയല്ല, ഭരിക്കുന്നവരുടെ പ്രത്യേകതയാണ്. അതെ അതെ അതെ, എല്ലാ പാർട്ടികളും ഒരുപോലെ തന്നെ. അതെങ്ങനെയാണ് ശ്രീകൃഷ്ണകുമാർ? എല്ലാ പാർട്ടികളും UP അതിന് മുമ്പ് 10 വർഷം ഭരിച്ചു. ആ 10 വർഷം ഭരിച്ച സമയത്ത് ഇത്രയേറെ കേസുകൾ ഉണ്ടായിരുന്നു, ഇത്രയേറെ ED കേസുകൾ ഉണ്ടായിരുന്നു ഇല്ലല്ലോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാ സിനിമാ സംവിധായകർക്കും കഥാകൃത്തുക്കൾക്കും ഒക്കെ അറിയാം. ഇവിടെ വർഗീയതകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പോഴത്തെ സിനിമകൾ പിടിക്കുന്നത്? അതങ്ങനെ ഏത് സിനിമ പിടിച്ചാൽ വർഗീയതകളെ ഉണ്ടാക്കിയത്? ഈ ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏത് സിനിമ പിടിച്ചിട്ടാണ് കേരളത്തിലെ വർഗീയതകളെ ഉണ്ടാക്കിയത്? അല്ല അങ്ങനെയാണെങ്കിൽ അല്ല, ഇനിയുള്ള കാലമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ ഇനിയുള്ള കാലത്തിൽ താങ്കൾ എമ്പുരാനാണോ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, ആ എമ്പുരാൻ തന്നെ. എമ്പുരാൻ സിനിമ എവിടെയാണ് വർഗീയതകളെ ഉണ്ടാക്കുന്നത്? അതിന് വലിയ സന്ദേശമല്ലേ നൽകുന്നത്? എന്ത് സന്ദേശമാണ് നൽകുന്നത്? അതാണ് വലിയ സന്ദേശമല്ലേ നൽകുന്നത് ആ സിനിമ? എന്താ ട്രെയിന് കത്തുന്ന രൂപ എന്താണ് കാണിക്കാത്തത്? എങ്ങനെയാണ് ട്രെയിൻ എന്തേ കാണിക്കാത്തത്? ശ്രീ കൃഷ്ണകുമാർ, ആ സിനിമയിൽ എന്ത് കാണിക്കണം കാണിക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനോ നിങ്ങളോ ആണോ? അങ്ങനെ പറ്റില്ലല്ലോ. അതെന്താ അങ്ങനെ പറ്റില്ലെന്ന് പറയാൻ? അവിടെ കൊന്നിട്ടില്ലേ? അതൊന്നും പറ്റില്ല. അവിടെ കൊന്നിട്ട് അത് പറ്റില്ലെന്ന് പറയാൻ കൃഷ്ണകുമാർ എന്താണ് അധികാരം? നിയമത്തിനനുസരിച്ചിട്ട് തന്നെ. അത് എന്ത് നിയമത്തിനനുസരിച്ച്? ഏത് നിയമത്തിനനുസരിച്ച്? താങ്കൾക്ക് എന്താണ് അധികാരം? എനിക്ക് എന്താണ് അധികാരം? അതിൽ എന്ത് കാണിക്കണം കാണിക്കണ്ടെന്ന് പറയാം? അതാണ്. എന്നാ ഞാൻ ശരി, ഞാനിവിടെ തുണി അഴിച്ചിട്ട് നടക്കുകയാണ് പറഞ്ഞ താങ്കൾ അതൊരു നല്ല ചോദ്യം തന്നെയാണ് ശ്രീ കൃഷ്ണകുമാർ. താങ്കൾ ഇതിന് ഉത്തരം മുട്ടിക്കഴിയുമ്പോൾ കൊഞ്ഞണം കുത്തുകയാണെന്നാണ് ഇതിന് സാധാരണഗതിയിൽ പറയുക. ശരി, ശ്രീ മധു ആണ് പാലക്കാട് നിന്നും. ശ്രീ മധു, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാറേ. ശ്രീ മധു വേഗത്തിൽ പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് സമയം അവസാനിക്കാൻ, അതുകൊണ്ടാണ്. സാരില്ല സാറേ, 3 ആഴ്ചയായി എന്റെ വിരല് തഴമ്പ് വന്നു. പ്രസ് ചെയ്തിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഇതിന് മുൻപ് അജയ്കുമാർ ചങ്ങനാശ്ശേരിയും അങ്ങനെ 3-4 പേരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ശരി, അങ്ങനെ ഞാൻ അടുത്ത ആളിലേക്ക് പോയിക്കോട്ടെ. 2017 നടന്ന കേസന്വേഷണം നടന്നതാണ്. അന്ന് ഈ 7-ാം തമ്പുരാൻ 6-ാം തമ്പുരാന്റെ കഥ പോലും. ശരി, ഓക്കെ. ശ്രീ ബിജു ആണ് ഈരാറ്റുപേട്ടയിൽ നിന്ന്. ശ്രീ ബിജു വേഗത്തിൽ പറയണം. നമസ്കാരം. ന്യൂസ് ഞാൻ പറഞ്ഞതേ വേറൊന്നുമില്ല. ഇപ്പം ഗോകുലം ഗോപാലിന്റെ പടത്തിൽ അടുത്ത സുരേഷ് ഗോപി അഭിനയിക്കുന്നുണ്ട്, ഒറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞ സിനിമ. ഹലോ, പറഞ്ഞോളൂ. ഒറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞ സിനിമ ഗോകുലം ഗോപാലൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൽ സുരേഷ് ചേട്ടൻ അഭിനയിക്കുന്നുണ്ട്. സുരേഷ് ചേട്ടൻ എന്നൊരു വ്യക്തി സിനിമാ നടൻ എന്നുള്ള നിലയിൽ ഒരു ആരാധകനാണ് ഞാൻ. ഈ ചോദിക്കുന്ന ആൾക്കാർ, ഒച്ച വെക്കുന്ന ആൾക്കാരോടും ന്യൂസ് 8 തിരിച്ച് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണം. ഇനി ആ സിനിമയിൽ അഭിനയിക്കുവോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്ന് ചോദിക്കണം. അത് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ശരി, ഓക്കെ. എന്നാൽ അതൊക്കെ സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ തീരുമാനമാണ്. ഏത് സിനിമയിൽ അഭിനയിക്കണം വേണ്ട എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. അതിൽ നമുക്ക് പ്രത്യേകിച്ച് എന്തായാലും അഭിപ്രായമൊന്നും പറയാനില്ല. അദ്ദേഹം മന്ത്രി എന്ന നിലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് അതിൽ അഭിപ്രായം പറയുകയും ചെയ്യാം. എന്തായാലും ഈ വിഷയത്തിൽ വളരെ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളായിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാലും ഭൂരിപക്ഷം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ അതൊരു സ്വാഭാവികമായ റെയ്ഡല്ല, ഇക്കാര്യത്തിൽ എമ്പുരാൻ എഫക്റ്റ് ഉണ്ട് എന്ന മട്ടിൽ തന്നെയായിരുന്നു അഭിപ്രായം വന്നത്. അങ്ങനെയല്ല, മറിച്ച് നേരത്തെ തന്നെ ഉണ്ടായ പല തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തിയിരുന്നുവെന്നും അതിൻ്റെ തുടർച്ചയാണിതെന്നും ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ നേരത്തെ മരവിപ്പിച്ചു വെച്ചിരുന്ന കേസെല്ലാം കൂടി എടുത്തതാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ അടക്കം ഉണ്ട്. എന്തായാലും ആളുകൾക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ട് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.